ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറയാം, 6 ക്ലാസ്സുകളുടെ സമയം എന്ന് പറയുന്നത് കാലത്ത് 6 മണിക്ക് ഒരു ക്ലാസ്, 9 മണിക്ക്, ദെൻ 12 മണി, 3 മണി, രാത്രി 8 മണി, 10:30 ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അതിൽ 2 ലൈവ് ക്ലാസ്, രാത്രിയുള്ള 2 ക്ലാസ്സുകളും 8 മണിക്കും 10:30ക്കും ലൈവ് ക്ലാസ് ആണ്. ബാക്കി 4 റെക്കോർഡഡ് ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ GK പോർഷൻസും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, BYQ ഇതെല്ലാം കൂടെ കവർ ചെയ്തിട്ടാണ് 6 ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. LDCക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇനി 3 മാസം സമയമുണ്ട്. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ തുടക്കം മുതലേ കണ്ടുവരിക കേട്ടോ. പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ തുടക്കം മുതൽ ഫെബ്രുവരി 10-ാം തീയതി എങ്ങാണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ദിവസം തൊട്ടുള്ള ക്ലാസ്സുകൾ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡറിൽ പഠിച്ചു വന്നാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എക്കണോമിക്സിലാണ്. എക്കണോമിക്സിലെ NCERT പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ്ഘടനയെക്കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് NCERTയിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. ഇന്ത്യൻ സമ്പദ്ഘടന 1950 to 1990 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യൻ സമ്പദ്ഘടന 1950 മുതൽ 90 വരെ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലോട്ട് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യൻ സമ്പദ്ഘടന 1950 മുതൽ 90 വരെ, അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1950 മുതൽ 90 വരെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. അതായത് നമ്മുടെ ഇന്ത്യ ആകെ നാശമായി കിടക്കുമായിരുന്നല്ലോ, തകർന്ന് തരിപ്പണമായി കിടക്കുമായിരുന്നു. അപ്പോൾ ആ ഇന്ത്യയെ ഒന്ന് പടുത്തുയർത്തണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ കൃഷി വ്യവസായമൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും അവിടെ ഉണ്ടായ വികസന നയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആമുഖം തന്നിട്ടുണ്ട്. അപ്പോൾ ആമുഖത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം പഠിക്കണം. അതായത് വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. എങ്കിലാണ് ആ ആമുഖം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ. അപ്പോൾ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം ആണ് പറയുന്നത്. ഓരോ സമൂഹവും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളുമാണ് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഇവ ഉൽപ്പാദിപ്പിക്കാനായി ഉൽപ്പാദകർ ഉപയോഗിക്കേണ്ടത് കൂടുതൽ മനുഷ്യാധ്വാനമാണോ അതോ മൂലധനമാണോ? ഈ സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? നോക്കുക, കമ്പോള ശക്തികളായ പ്രധാനം, ചോദനം തുടങ്ങിയവയെ ആശ്രയിക്കുക എന്നതാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ആഭ്യന്തര വിപണിയിലോ, അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഒന്നാമത്തേത് കിട്ടിയല്ലേ. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥകൾ എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട്, അതായത് ക്യാപിറ്റലിസം ഉണ്ട്. ദെൻ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കണോമി ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണുള്ളത്. അത് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ക്യാപിറ്റലിസം, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ. അങ്ങനെ 3 തരത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ആദ്യം ഒന്ന് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഇമ്പോർട്ടൻസ് ആർക്കായിരിക്കും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനായിരിക്കും. ഓക്കെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനായിരിക്കും, സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും എവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി അതായത് ബിസിനസ് നടത്താനുള്ള ഫണ്ടും റിസോഴ്സും ഒക്കെയുള്ള ഇൻഡിവിജ്വൽസിനായിരിക്കും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഡിമാൻഡുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. വാങ്ങിക്കാൻ ആരുടെ കയ്യിലാണോ കാശുള്ളത് അവർ വാങ്ങിയാൽ മതി. ആ ഒരു ഇതായിരിക്കും. അതായത് പർച്ചേസിങ് പവർ നോക്കിയിട്ടാണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പോകുന്നത്. ഓക്കെ, പർച്ചേസിങ് പവർ ആരുടെ കയ്യിലാണോ കാശുള്ളത് അവർ സാധനം വാങ്ങിച്ചാൽ മതി, മുതലാളിമാരുടെ ഇഷ്ടത്തിന്.
ഓക്കെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യും, കാശുള്ളവർ അത് വാങ്ങിച്ചാൽ മതി. പർച്ചേസിങ് പവറാണ് അവിടെ നോക്കുന്നത്. പിന്നെന്താണ്, അവിടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുള്ളൂ. അതായത് കാശുള്ളവർക്ക് മാത്രമാണ് ഗുഡ്സിൽ അവകാശം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ എവിടെ കുറവായിരിക്കും, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിന് ഇവിടെ റോള് ഉണ്ടാവില്ല. ഇത്രയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം ഇത് വായിക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലായിക്കോളും. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനാണ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ. ഓക്കെ, ഇമ്പോർട്ടൻസ് ആർക്കായിരിക്കും, ഗവൺമെൻറ്റിനായിരിക്കും ഉണ്ടാവുക. ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലോ കോസ്റ്റിൽ മാക്സിമം ആളുകളിലേക്ക് ഗുഡ്സ് എത്തിക്കുക എന്നുള്ളതായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഗവൺമെൻറ് ആയിരിക്കും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, മാക്സിമം കുറഞ്ഞ വിലയിൽ മാക്സിമം ആളുകളിലോട്ട് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ. അതായത് എന്താണ്, ഇപ്പോൾ ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ച് കുറഞ്ഞ വിലയിൽ, അതായത് റേഷൻ കടകൾ പോലുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ഏറ്റവും ലോ കോസ്റ്റിൽ മാക്സിമം ജനങ്ങളിലോട്ട് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരിക്കും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, പ്രൈവറ്റ് സെക്ടറിൻ്റെ റോള് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം അങ്ങനെ അതുപോലെ തന്നെ എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് സെൻട്രൽ പ്ലാനിങ് വഴിയാണ്. ഓക്കെ, കേന്ദ്രീകൃത ആസൂത്രണം വഴിയാണ് എന്ത് ചെയ്യുക, ഒരു സാധനം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് സെൻട്രൽ പ്ലാനിങ് വഴിയാണ്, കേന്ദ്രീകൃത ആസൂത്രണം വഴിയാണ്. എവിടെ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിസം മനസ്സിലായി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മനസ്സിലായി. ഇനി മിക്സഡ് അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്രം എന്ന് പറയുമ്പോൾ എന്താണ്, മിക്സഡ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും കൂടെ അല്ലേ. അതായത് നമ്മുടെ ഇന്ത്യ ചൂസ് ചെയ്തത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അതായത് ക്യാപിറ്റലിസം അതുപോലെ തന്നെ സോഷ്യലിസം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തത്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യ ചൂസ് ചെയ്തത്. അതായത് ഇവിടെ ആർക്കൊക്കെ റോൾ ഉണ്ടാവും, പബ്ലിക് സെക്ടറിനും ഉണ്ടാവും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിനും എന്തുണ്ടാവും, റോൾ ഉണ്ടാവും. അതുപോലെ തന്നെ മിക്സ്ഡ് എക്കണോമി ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അതായത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും ഉണ്ടാകും, അതുപോലെ തന്നെ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഇടപെടലും ഉണ്ടാകും. അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ക്ഷേമത്തിനും ഇവിടെ വാല്യൂ ഉണ്ടാകും, അതുപോലെ തന്നെ കാശുള്ളവർ വാങ്ങിക്കുക എന്നുള്ള, അപ്പോൾ രണ്ടിൻ്റെയും ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉണ്ടാവും, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉണ്ടാവും. രണ്ടിൻ്റെയും ക്യാരക്ടേഴ്സ് ഉള്ളതാണ് ഈ മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണ്, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. ഇനി നമുക്കതൊന്ന് വായിക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ആഭ്യന്തര വിപണിയിലോ വിദേശ വിപണിയിലോ ലാഭകരമായി വിറ്റഴിക്കപ്പെടുന്ന ഉപഭോഗ വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ആഭ്യന്തര വിപണിയിലോ വിദേശ വിപണിയിലോ ലാഭകരമായി വിറ്റഴിക്കപ്പെടുന്ന ഉപഭോഗ വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുക. ലാഭം മാത്രമായിരിക്കും അവിടുത്തെ ലക്ഷ്യം. അപ്പോൾ കാറുകൾക്കാണ് ചോദനമുള്ളതെങ്കിൽ കാറുകളും, ഏതിനാണോ ഡിമാൻഡ് ഉള്ളത് അതായിരിക്കും അവർ വിൽക്കുക. കാറുകൾക്കാണ് ചോദന ഉള്ളത്, ചോദന മീൻസ് ഡിമാൻഡ് ആണ് കേട്ടോ. കാറുകൾക്കാണ് ഡിമാൻഡ് ഉള്ളതെങ്കിൽ കാറുകളും, സൈക്കിളുകൾക്കാണ് ഡിമാൻഡ് എങ്കിൽ സൈക്കിളുകളും ഉൽപ്പാദിപ്പിക്കും. മൂലധനത്തേക്കാൾ ചെലവ് കുറഞ്ഞതാണ് അധ്വാനമെങ്കിൽ കൂടുതൽ അധ്വാനോത്മുഖ ഉൽപാദന രീതിയും നേരെ മറിച്ചാണെങ്കിൽ മൂലധനോത്മക ഉൽപാദന രീതിയും ഉപയോഗിക്കും. ഒരു മുതലാളിത്ത സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നത് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ക്രയശേഷിയുടെ, അതായത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള ശേഷിയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പറഞ്ഞു ആരുടെ കയ്യിലാണോ കാശുള്ളത് അവർക്ക് വാങ്ങിക്കാം. അപ്പോൾ പർച്ചേസിങ് പവർ നോക്കിയിട്ടാണ് അവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലാതെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് അവരുടെ ആവശ്യം അറിഞ്ഞിട്ടല്ല അവരെന്ത് ചെയ്യുന്നത്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ജനങ്ങളുടെ കൈവശം പണം ഉണ്ടായിരിക്കണം. പാവങ്ങൾക്കായി ചിലവ് കുറഞ്ഞ പാർപ്പിടം ആവശ്യമുള്ളതാണ്. പക്ഷെ വിപണിയിൽ ഇതിന് ചോദനമുള്ളതായിട്ട് പറയാൻ കഴിയില്ല. കാരണം പാവപ്പെട്ടവർക്ക് ഈ ആവശ്യത്തെ നിറവേറ്റാനുള്ള വാങ്ങൽ ശേഷി ഉണ്ടാവില്ല. അപ്പോൾ വാങ്ങൽ ശേഷി ഉള്ളവർക്ക്, പർച്ചേസിങ് പവർ ഉള്ളവർക്ക് മാത്രമാണ് ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്തുള്ളത്,
ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് പറ്റുന്നത്. തൽഫലമായി കമ്പോള ശക്തിക്ക് അനുസൃതമായി ഇത് വിപണിയിൽ ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഇത്തരമൊരു സമൂഹം അഭികാമ്യമായി തോന്നിയില്ല. കാരണം ഇത്തരമൊരു സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അവരുടെ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ അവസരം കിട്ടാതെ പിന്തള്ളപ്പെട്ടു പോകുമായിരുന്നു. അതായത് കുറച്ച് റിച്ച് ആയിട്ടുള്ള പീപ്പിൾ, കുറച്ച് പൈസയൊക്കെ ഉള്ളവർ സാധനങ്ങൾ വാങ്ങിക്കും. പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കാശില്ലെങ്കിൽ അവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പാവപ്പെട്ടവർ പണക്കാർ എന്നുള്ളൊരു വിവേചനം അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമ്പദ് വ്യവസ്ഥ നമുക്ക് അഭികാമ്യമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തില്ല? ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചില്ല. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. നമ്മൾ പറഞ്ഞു അല്ലേ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനാണ് ഇവിടെ റോൾ എന്ന് പറഞ്ഞു. നോക്കുക, ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് ഇവിടെ സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നോക്കുക, സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഏതൊക്കെ വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്, ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, ഏതൊക്കെ വസ്തുക്കളാണോ അവർക്ക് ആവശ്യം, അത് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം തീരുമാനിക്കുന്ന ആരാണ്? സർക്കാരാണ്, ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. ഒരു രാജ്യത്തിന് ഗുണകരമായത് എന്തെന്ന് സർക്കാരിന് അറിയാമെന്നും വ്യക്തിഗത ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതില്ലെന്നും അനുമാനിക്കുന്നു. സാധനങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നും അവ എങ്ങനെ വിതരണം ചെയ്യപ്പെടണമെന്നും സർക്കാരാണ് തീരുമാനിക്കുന്നത്. തത്വത്തിൽ സോഷ്യലിസത്തിൽ വിതരണം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യത്തെയാണ്. വിതരണം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിൻ്റെയാണ്? ജനങ്ങളുടെ ആവശ്യം. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് എന്ത് വാങ്ങാൻ കഴിയും എന്നതിനല്ല. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അങ്ങനെയായിരുന്നു. അവർക്ക് വാങ്ങാൻ കഴിയുമോ, പർച്ചേസിങ് പവർ നോക്കിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോഷ്യലിസ്റ്റ് ആകുമ്പോൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മുതലാളിത്തത്തിൽ നിന്നും വിഭിന്നമായി ഒരു സോഷ്യലിസ്റ്റ് രാജ്യം പൗരന്മാർക്ക് സൗജന്യമായി ആരോഗ്യ പരിരക്ഷ നൽകുന്നു. സോഷ്യലിസ്റ്റ് രാജ്യം പൗരന്മാർക്ക് എന്ത് ചെയ്യുന്നു? സൗജന്യമായി ആരോഗ്യ പരിരക്ഷ നൽകുന്നു. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ എല്ലാം സർക്കാർ ഉടമസ്ഥതയിലായതിനാൽ സ്വകാര്യ സ്വത്ത് ഇല്ല. അപ്പോൾ സോഷ്യലിസ്റ്റിൻ്റെ ഇത് എന്താണ്? ജനങ്ങളുടെ ക്ഷേമം നോക്കുന്നുണ്ട് എങ്കിലും പക്ഷെ എല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ്. അതുകൊണ്ട് ആർക്കും സ്വകാര്യ സ്വത്തൊന്നും ഇല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ക്യൂബയിലും ചൈനയിലും ഭൂരിഭാഗം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്താണ്? സർക്കാരുകളാണ്. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഉൽപ്പാദിപ്പിച്ചത് എങ്ങനെ വിതരണം ചെയ്യണം എന്നീ ചോദ്യങ്ങൾക്ക് സർക്കാരും കമ്പോളവും ചേർന്ന് ഉത്തരം കണ്ടെത്തുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ഭൂരിഭാഗം രാജ്യങ്ങളിലും നിലനിൽക്കുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റാണ് മൊത്തം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവിടെ സ്വകാര്യ സ്വത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമ്പദ് വ്യവസ്ഥയും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഉൽപ്പാദിപ്പിച്ചത് എങ്ങനെ വിതരണം ചെയ്യണം എന്നീ ചോദ്യങ്ങൾക്ക് സർക്കാരും കമ്പോളവും ചേർന്ന് ഉത്തരം കണ്ടെത്തുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ, അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യം സ്വീകരിച്ചത്. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും വിപണി നൽകുകയും വിപണിക്ക് നൽകാൻ കഴിയാത്ത അവശ്യ സാധനങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും സർക്കാർ നടത്തുകയും ചെയ്യും. അപ്പോൾ എന്താണ്? പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഒരുപോലെ റോളുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. 3 തരം സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രമായി. അത് നമുക്ക് അറിയുന്നതാണ്. 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം നാം നമ്മുടെ വിധിയെ നിർണയിക്കുന്നവരായി മാറി. രാഷ്ട്രനിർമ്മാണം എന്ന കർത്തവ്യം നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നു. സ്വതന്ത്ര ഇന്ത്യയെ നയിച്ചിരുന്നവർ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായ സമ്പദ്ഘടന സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ഏതാനും പേരുടെ ക്ഷേമത്തിലുപരി എല്ലാവരുടെയും ക്ഷേമം മെച്ചപ്പെടുത്തുന്ന വ്യവസ്ഥയാണ് അവർ ലക്ഷ്യമിട്ടത്. അന്ന് ലോകത്ത് നിലവിലിരുന്ന വ്യത്യസ്തങ്ങളായ സമ്പദ് വ്യവസ്ഥയിൽ ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും നല്ലതായി തോന്നിയത് ഏതാണ്? ആദ്യം സോഷ്യലിസം ആയിരുന്നു. എന്നിരുന്നാലും സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്ന സോഷ്യലിസത്തെ, അതായത് വ്യവസായശാലകളിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, കൃഷിയിടങ്ങളിൽ തുടങ്ങിയ എല്ലാ ഉൽപ്പാദനോപാധികളും ആരുടെ ഉടമസ്ഥതയിലാണ്?
ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തില്ല, അത് അനുകൂലിച്ചില്ല. അവിടെ സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയതുപോലെ പൗരന്മാരുടെ ഭൂമിയുടെയും വസ്തുവകകളുടെയും ഉടമസ്ഥാവകാശങ്ങളിൽ മാറ്റം വരുത്തുന്നത് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ബുദ്ധിമുട്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റുവും മറ്റു നേതാക്കളും ചിന്തകരും മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും തീവ്ര രൂപങ്ങൾക്ക് ബദൽ മാർഗങ്ങൾ അന്വേഷിച്ചു. സോഷ്യലിസ്റ്റ് വീക്ഷണത്തോട് അനുഭാവം പ്രകടിപ്പിച്ച അവർ സോഷ്യലിസത്തിന്റെ സവിശേഷതകൾ മാത്രമുള്ളതും അതിൻ്റെ പരിമിതികളില്ലാത്തതുമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ആവിഷ്കരിച്ചത്. ഈ കാഴ്ചപ്പാടിൽ ഇന്ത്യയെ സ്വകാര്യ സ്വത്തും ശക്തമായ പൊതുമേഖലയും ജനാധിപത്യവും ബാക്കി നോക്കാം ചേർന്നുള്ള ഒരു സോഷ്യലിസ്റ്റ് സമൂഹമായി അവർ വിഭാവനം ചെയ്തു. ഗവൺമെന്റ് സമ്പദ് വ്യവസ്ഥയെ ആസൂത്രിതമാക്കുന്നതോടൊപ്പം സ്വകാര്യ മേഖലയെ ആസൂത്രണത്തിന്റെ ഭാഗമാവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 1948 വ്യാവസായിക നയപ്രമേയവും ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളും ഈ വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. 1950 പ്രധാനമന്ത്രി അധ്യക്ഷനായി ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. അങ്ങനെ പഞ്ചവത്സര പദ്ധതികളുടെ യുഗം ആരംഭിച്ചു. അപ്പോൾ നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചു എന്നുള്ളത് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇങ്ങനെ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചതോടുകൂടി വന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ മിക്സഡ് എക്കണോമി തിരഞ്ഞെടുത്തു. അതിനുശേഷം 1950 നമ്മളിപ്പോൾ ഇവിടെ വർഷം പറഞ്ഞല്ലോ, 1950 എന്ത് വരുന്നത്, പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ട് വരുന്ന ആസൂത്രണ കമ്മീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആസൂത്രണ കമ്മീഷൻ അഡോപ്റ്റ് ചെയ്ത ഒരു പോളിസിയാണ് 5 ഇയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി. ഒരു രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി. പദ്ധതിക്ക് ഒരു നിശ്ചിത കാലയളവിൽ നേടേണ്ട പൊതുവായതും പ്രത്യേകമായതുമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഏതൊരു പദ്ധതിക്കും ഒരു നിശ്ചിത കാലയളവിൽ നേടേണ്ട പൊതുവായതും പ്രത്യേകമായതുമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് 5 വർഷ കാലയളവിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, മിക്സ്ഡ് എക്കണോമി തിരഞ്ഞെടുത്തു. അതിനുശേഷമാണ് 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ അഡോപ്റ്റ് ചെയ്ത പോളിസിയാണ് പഞ്ചവത്സര പദ്ധതി, 5 ഇയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. പഞ്ചവത്സര പദ്ധതി അല്ലേ, 5 വർഷമാണ് കാലയളവ് എന്ന് പറയുന്നത്. അതിനാൽ അവ പഞ്ചവത്സര പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ദേശീയ ആസൂത്രണത്തിന്റെ തുടക്കം കുറിച്ച പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് നാം പഞ്ചവത്സര പദ്ധതികൾ കടം കൊണ്ടത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ കടം കൊണ്ടത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ പദ്ധതി രേഖകൾ 5 വർഷം കൊണ്ട് നേടേണ്ട പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് പുറമെ 20 വർഷം കൊണ്ട് നാം നേടേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കുന്നു. അതായത് പഞ്ചവത്സര പദ്ധതികൾക്ക് പൊതുവായിട്ട് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് മാത്രമല്ലാതെ ഓരോ പദ്ധതികൾക്കും സെപ്പറേറ്റ് ലക്ഷ്യങ്ങളും ഉണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം 20 വർഷം കൊണ്ട് നാം നേടേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ ദീർഘകാല പദ്ധതിയെ പരിപ്രേക്ഷ്യ പദ്ധതി എന്ന് പറയുന്നു. പെർസ്പെക്റ്റീവ് പ്ലാൻ എന്നാണ് പറയുന്നത്. പരിപ്രേക്ഷ്യ പദ്ധതിക്ക് അടിസ്ഥാനമായി വർത്തിക്കേണ്ടത് പഞ്ചവത്സര പദ്ധതികളാണ്. എല്ലാ ലക്ഷ്യങ്ങൾക്കും എല്ലാ പദ്ധതികളിലും തുല്യ പ്രാധാന്യം നൽകുക എന്നത് അഭികാമ്യമല്ല. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ വിവിധ പദ്ധതി ലക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഉദാഹരണമായി, ആധുനിക സാങ്കേതിക വിദ്യയുടെ അവതരണം തൊഴിൽ ലഭ്യത കുറയ്ക്കുമെങ്കിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പൊരുത്തപ്പെടണമെന്നില്ല. പദ്ധതി ലക്ഷ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് ആസൂത്രകർക്ക് ദുഷ്കരമാണ്. അതിനാൽ വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കാണ് ഓരോ പദ്ധതികളും ഊന്നൽ നൽകി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എത്ര പദ്ധതികളുണ്ടോ ഓരോ പദ്ധതിക്കും ഓരോ ലക്ഷ്യങ്ങളാണ് എന്നുള്ളത്. ഓക്കെ, എത്രമാത്രം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണമെന്ന് നമ്മുടെ പദ്ധതികൾ വിശദമാക്കുന്നില്ല. ഇത് അസാധ്യവും അനാവശ്യവുമാണ്. മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. ഒരു പദ്ധതിയുടെ പ്രധാന പങ്ക് ഏത് മേഖലയിലാണെന്ന് സൂചിപ്പിക്കുകയും, ഉദാഹരണം ഊർജ്ജ ഉൽപ്പാദനം, ജലസേചനം, ഓക്കെ, ബാക്കി വിപണിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ തിരഞ്ഞെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് 1950 പ്ലാനിംഗ് കമ്മീഷൻ വന്നു. പ്ലാനിംഗ് കമ്മീഷൻ അഡോപ്റ്റ് ചെയ്തൊരു പോളിസിയാണ് 5 ഇയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 ഇയർ പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇനിയാണ് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ
എന്ത് ലക്ഷ്യങ്ങളാണ് പറയുന്നത്. അതായത് ഓരോ പദ്ധതികൾക്കും, ഓരോ പഞ്ചവത്സര പദ്ധതികൾക്കും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അതല്ലാതെ പഞ്ചവത്സര പദ്ധതികൾക്ക് മൊത്തത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട്, പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു പദ്ധതിക്കും വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ കിട്ടിയല്ലോ, പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, ദെൻ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, ദെൻ സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ്, ദെൻ സമത്വം, ഇക്വിറ്റി. ഓക്കെ, ഇത് 4 ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, അതുപോലെ തന്നെ സമത്വം എന്നിവയാണ്. ഓക്കെ, എല്ലാ പഞ്ചവത്സര പദ്ധതികളും എല്ലാ ലക്ഷ്യങ്ങൾക്കും ഒരേ പ്രാധാന്യം നൽകുന്നു എന്ന് ഇത് അർത്ഥമാക്കുന്നില്ല. വിഭവങ്ങൾ പരിമിതമായതിനാൽ ഓരോ പദ്ധതിയുടെയും മുഖ്യ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ അർഹിക്കുന്ന ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പദ്ധതി ഇനങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾക്ക് എതിരാകുന്നില്ല എന്ന് ആസൂത്രകർ കഴിയാവുന്ന അത്ര ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഈ ഓരോ ലക്ഷ്യങ്ങളും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്തായിരുന്നു? സാമ്പത്തിക വളർച്ച, അല്ലേ? ഗ്രോത്ത് ആണ് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാനതിനെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം ആദ്യം കേട്ടോ. ഈ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പിടിയും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് ഓരോ ലൈനായിട്ട് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ GDP ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, അങ്ങനെ 3 തരത്തിലെ മേഖലകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, അങ്ങനെ എല്ലാ സെക്ടറിലും എന്ത് ചെയ്യുക? ഗ്രോത്ത് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ, GDPയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടുതലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ GDP നോക്കിയിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, GDP നോക്കിയാണ് നമ്മളൊരു രാജ്യത്തിൻ്റെ വളർച്ച പറയുന്നത്. അപ്പോൾ GDP കാണിക്കുന്നത് എന്താണ്? ഓരോ സെക്ടറിലും എന്തോരം വളർച്ചയുണ്ടെന്നാണ് നമ്മൾ GDPയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് ആണ് എന്ത്? വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. GDP ഇൻക്രീസ് ചെയ്യുക. GDP ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് ആണ് നമ്മൾ GDPയിലൂടെ അറിയാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. GDP ഇൻക്രീസ് ചെയ്യുക, അതിലൂടെ ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയാണ് എന്ത്? ഈ വളർച്ച എന്നുള്ള ലക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാ സെക്ടേഴ്സിലും, അഗ്രികൾച്ചറൽ സെക്ടേഴ്സിലും, ഇൻഡസ്ട്രിയൽ സെക്ടറും സർവീസ് സെക്ടറിൽ നിന്നുള്ള എല്ലാ സെക്ടറിലും ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം വളർച്ചയാണ് ഈ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം, അല്ലേ? ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള രാജ്യത്തിൻ്റെ ശേഷിയുടെ വർധനവിനെയാണ് എന്തെന്ന് പറയുന്നത്? സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള രാജ്യത്തിൻ്റെ ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നത്. ഉൽപാദന സജ്ജമായ മൂലധനത്തിൻ്റെ വിപുല ശേഖരമോ ബാങ്കിംഗ്, ഗതാഗത സൗകര്യം തുടങ്ങിയ പിന്തുണ സംവിധാനങ്ങളുടെ വ്യാപ്തിയോ അല്ലെങ്കിൽ ഉൽപാദന സജ്ജമായ മൂലധനം, സേവനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമതയിൽ ഉണ്ടാവുന്ന വളർച്ചയോ ആണ് ഇത് കാണിക്കുന്നത്. അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ഉണ്ടാവുന്ന സ്ഥിരതയുള്ള വളർച്ച. ഓക്കെ, അതാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് GDP ആണ്. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ അതിലുണ്ടാവുന്ന വളർച്ച സാമ്പത്തിക വളർച്ചയുടെ ഒരു നല്ല സൂചകമാണ്. മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്നത് ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ്. അപ്പോൾ എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്താണ് എന്നുള്ളത് മാത്രമായിട്ടൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത്? മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെ
ഒരു കേക്ക് ആയും സാമ്പത്തിക വളർച്ച ആ കേക്കിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാവുന്ന വർധനവായും സങ്കല്പിച്ച് നോക്കുക. കേക്ക് വലുതാണെങ്കിൽ കൂടുതൽ ജനങ്ങൾ അത് അനുഭവിക്കാൻ കഴിയും. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത് പോലെ ഇന്ത്യയിൽ ജനങ്ങൾ കൂടുതൽ സമ്പന്നവും വൈവിധ്യവുമായ ജീവിതം അനുഭവിക്കണമെങ്കിൽ കൂടുതൽ ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഒരു സമ്പദ്ഘടനയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ലഭിക്കാവുന്നത് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിവിടങ്ങളിൽ നിന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അതുപോലെ തന്നെ സർവീസ് സെക്ടർ. ഇതാണ് നമ്മുടെ ഒരു സമ്പദ്ഘടനയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് മേഖലകളും ഈ മൂന്ന് മേഖലകളിലെയും നിന്നുള്ള സംഭാവനയാണ് സമ്പദ്ഘടനയുടെ ഘടനയ്ക്ക് രൂപം നൽകുന്നത്. ചില രാജ്യങ്ങളിൽ കാർഷിക മേഖല മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ സംഭാവന ചെയ്യുമ്പോൾ മറ്റു ചില രാജ്യങ്ങളിൽ സേവന മേഖലയ്ക്കായിരിക്കും മുൻതൂക്കം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതുപോലെ കാർഷിക മേഖലയിലായാലും വ്യാവസായിക മേഖലയിലാണെങ്കിലും സേവന മേഖലയിലാണെങ്കിലും ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത്, അതാണ് GDP നിർണ്ണയിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് GDP ഇൻക്രീസ് ചെയ്യിക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ മൊത്തത്തിലുള്ള ഗ്രോത്ത് ആണ് വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ മേഖലയും നോക്കുക. ഇവിടെ ഒരു കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടേബിൾ ഒന്ന് നോക്കാം കേട്ടോ. മഹലനോബിസ്, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി. വിശിഷ്ടരായ പല ചിന്തകരും നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ രൂപീകരണത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. അവരിൽ പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞന്റെ പേര് എടുത്തു പറയേണ്ടതുണ്ട്. ആസൂത്രണം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂലമാണ്. ആസൂത്രണം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂലമാണ്. മഹലനോബിസിന്റെ വികസന ആസൂത്രണം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. ഈ അർത്ഥത്തിൽ അദ്ദേഹത്തെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയായി പരിഗണിക്കുക. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? മഹലനോബിസ് ആണ്. 1893 കൽക്കട്ടയിലായിരുന്നു മഹലനോബിസിന്റെ ജനനം. കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിലും ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സാംഖ്യികം എന്ന വിഷയത്തിൽ നൽകി സംഭാവന അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി. പ്രശസ്ത ശാസ്ത്രജ്ഞരുടെ സംഘടനയായ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അദ്ദേഹം 1946 അംഗമായി. സമൂഹത്തിലെ അതിപ്രശസ്തരായ ശാസ്ത്രജ്ഞർക്ക് മാത്രമേ ഇതിൽ അംഗത്വം ലഭിച്ചിരുന്നുള്ളൂ. മഹലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്നും സാംഖ്യിക ശാസ്ത്രജ്ഞർക്ക് അവരുടെ ആശയങ്ങൾ ചർച്ച ചെയ്യാനായി ഒരു അംഗീകരിക്കപ്പെട്ട വേദിയായി ഈ ജേണൽ തുടരുന്നു. ലോകമെമ്പാടുമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാംഖ്യിക ശാസ്ത്രജ്ഞരും കാണുന്നതാണ് ISIയും സാംഖ്യയും മൂല്യവത്തായി ഇന്നും കണക്കാക്കുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മഹലനോബിസ് ഇന്ത്യയിലെയും വിദേശത്തെയും നിരവധി സാമ്പത്തിക ശാസ്ത്രജ്ഞരെ ഇന്ത്യൻ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് ഉപദേശകരാവാൻ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മഹലനോബിസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി സേവന മേഖല എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് സേവന മേഖല എന്നുള്ളത്. അതും നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്ക്. അപ്പോൾ നമ്മളിവിടെ എന്താണ് പറഞ്ഞു നിർത്തിയത്? ആദ്യത്തെ ഗോൾ അല്ലേ, ആദ്യത്തെ ലക്ഷ്യം എന്താണ്? 5 ഇയർ പ്ലാനിൻ്റെ ആദ്യത്തെ ലക്ഷ്യമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ആധുനികവൽക്കരണമാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ ആണ്. അപ്പോൾ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് വായിക്കാം. അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും ഒരു പുതുമ കൊണ്ടുവരിക. അതായത് പുതിയ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുക, പുതിയ ടെക്നോളജി ഉപയോഗിക്കുക, പുതിയ മെത്തേഡ്സ് ഉപയോഗിക്കുക, പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. പുതിയ എക്യുപ്മെൻറ്റ്സും പുതിയ ടെക്നോളജീസും പുതിയ മെത്തേഡ്സും ഒക്കെ ഉപയോഗിക്കുക പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ എക്യുപ്മെൻറ്റ്സും ടെക്നോളജി മെത്തേഡ്സിലും മാത്രമല്ല പുതുമ കൊണ്ടുവരുന്നത്, നമ്മുടെ ചിന്താഗതിയിലും
എന്തെങ്കിലുമൊക്കെ നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്കിലും ഒരു പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ പണ്ടത്തെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ആദ്യത്തെ കാലത്ത് സ്ത്രീകൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്ത്രീകളൊക്കെ വീട്ടിലെ ജോലികളൊക്കെ നോക്കി വീട്ടിലിരിക്കേണ്ടവരാണ്, പുരുഷന്മാരാണ് എന്താ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയേക്കാൾ ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റി ആണല്ലോ നല്ലത്. ഇപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സമത്വമുണ്ട്, രണ്ടുപേരും പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനും പുരുഷന്മാർക്കുള്ള അതേ അവകാശങ്ങളും എല്ലാം ആർക്കും ഉണ്ട്, സ്ത്രീകൾക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി ഒന്ന് വായിക്കാം. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉൽപാദകർ പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പുതിയ സാങ്കേതിക വിദ്യ ടെക്നോളജീസ് ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരു കർഷകന് പഴയ വിത്തിന് പകരം പുതിയ വിത്തിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കൃഷിസ്ഥലത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഹൈ ഈൽഡിങ് സീഡ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അല്ലേ നല്ല വിളവ് തരുന്ന വിത്തിനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ ഫാക്ടറിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പുതിയ യന്ത്രം ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലേ. പുതിയ മെഷീനറീസ് ഉപയോഗിക്കാൻ പറ്റും. പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനെ ആധുനികവൽക്കരണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പുത്തൻ സാങ്കേതിക വിദ്യ. അപ്പോൾ അത് പുതിയ മെത്തേഡ്സ്, ടെക്നോളജീസ്, പുതിയ സീഡ്സ്, അതെല്ലാം എന്താണ് ഈ പുത്തൻ സാങ്കേതിക വിദ്യ, അതിനെയാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ആധുനികവൽക്കരണം പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ചിന്താഗതി, നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്കിലും എന്ത് വേണം? ഈ ഒരു ആധുനികവൽക്കരണം, പുതുമ വേണം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ മാത്രമല്ല, ഇതിൽ സ്ത്രീ പുരുഷ സമത്വം പോലുള്ള സാമൂഹ്യ വീക്ഷണങ്ങളിലുണ്ടായ മാറ്റങ്ങളും കൂടിച്ചേരേണ്ടതുണ്ട്. അതായത് പരമ്പരാഗത സമൂഹത്തിൽ പുരുഷന്മാർ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾ വീട്ടിനുള്ളിൽ തന്നെ കഴിയുവാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ ആധുനിക സമൂഹം സ്ത്രീകളുടെ കഴിവുകളെയും ജോലി സ്ഥലങ്ങളിൽ, അതായത് ബാങ്കുകൾ, വ്യവസായശാലകൾ, സ്കൂളുകൾ തുടങ്ങി പ്രയോജനപ്പെടുത്തുന്നു. അത്തരം സമൂഹം കൂടുതൽ അഭിവൃദ്ധിപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും ഒരു പുതുമ കൊണ്ടുവരിക, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക, അതാണ് ആധുനികവൽക്കരണം. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്താഗതിയിലും എന്ത് വരണം? ഒരു പുതുമ കൊണ്ടുവരണം. ഓക്കെ, അത്രയാണ് ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്? അത് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് പറയാം. അതായത് സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തത നേടുക. ഓക്കെ, അതായത് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തം രാജ്യത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതിനെയാണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ മുന്നത്തെ കാര്യമാണെങ്കിൽ ഒരുപാട് നാൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾ, ഫോറിൻ കൺട്രീസ് നമ്മുടെ ഇന്ത്യയെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പിന്നീടും നമുക്ക് ഈ മറ്റു രാജ്യങ്ങളെ, ഫോറിൻ കൺട്രീസിനെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് അത്ര പറ്റുന്നൊരു കാര്യമല്ല, അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുറം രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതി, സാധനങ്ങളുടെ ഇറക്കുമതിയെല്ലാം നിർത്തിവെച്ച് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനെയാണ് സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വായിച്ചു നോക്കിയാലോ. ഒരു രാജ്യത്തിന് അതിൻ്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ചോ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിഭവങ്ങൾ ഉപയോഗിച്ചോ സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്താം അല്ലേ. ഒരു രാജ്യത്തിന് ഒന്നുകിൽ നമ്മുടെ വിഭവങ്ങൾ തന്നെ ഉപയോഗിക്കുക, ഒരു രാജ്യത്തിന് അതിൻ്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടും സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും എല്ലാം മെച്ചപ്പെടുത്താം. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയ സമീപനമാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക, അതിൻ്റെ ഇറക്കുമതി എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് 7 പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അതാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ പോലുള്ളവ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്
വിദേശ ആശ്രിതത്വം, ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഭക്ഷ്യവസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് വിദേശ ആശ്രിതത്വം കുറയ്ക്കാനായിട്ട് സഹായിക്കും. വിദേശ ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ജനത സ്വാശ്രയത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, അല്ലെ? നമ്മുടെ വിദേശാധിപത്യം, കുറേ രാജ്യങ്ങൾ നമ്മളെ ഭരിച്ചതാണ്, നമ്മളെ ചൂഷണം ചെയ്തതാണ്. അപ്പോൾ സ്വാതന്ത്ര്യം നേടിയ ജനത സ്വാശ്രയത്തിന്, നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, അവരെ ഒന്നും ആശ്രയിക്കേണ്ട എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. മാത്രമല്ല, ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, വിദേശ സാങ്കേതിക വിദ്യ, വിദേശ മൂലധനം എന്നിവയിലുള്ള ആശ്രയത്വം നമ്മുടെ നയങ്ങളിലുള്ള വിദേശ ഇടപെടലിനും അതുവഴി ഇന്ത്യൻ പരമാധികാരത്തിന് പോലും ഭീഷണിയാകുമെന്നും നാം ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് മനസ്സിലായല്ലോ സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സമത്വം, അടുത്ത ലക്ഷ്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? 5 ഇയർ പ്ലാനിൻ്റെ ലക്ഷ്യമാണ്. ഓക്കെ, പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റിലെ ലക്ഷ്യമാണ് സമത്വം അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ഒരുപോലെ കാണാം. അതായത് പണക്കാരനാണ്, പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഇന്ന റിലീജിയനിൽ പെട്ട ആളാണ്, അല്ലെങ്കിൽ ഇന്ന നിറമുള്ള ആളാണ്, അങ്ങനെ ഒരു തരത്തിലുള്ള വിവേചനം ഒന്നും കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുക. ഓക്കെ, എന്നിട്ട് എന്താണ്, ഇപ്പോൾ GDP-യിൽ നല്ലപോലെ ഉയർച്ചയുണ്ടായി. രാജ്യത്തിൻ്റെ വളർച്ച നോക്കുന്നത് GDP നോക്കിയിട്ടാണല്ലോ. അപ്പോൾ GDP-യിൽ നല്ലപോലെ വളർച്ചയുണ്ടായി. പക്ഷേ പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നുള്ള വേർതിരിവൊക്കെ ഉണ്ടെങ്കിൽ GDP-യിൽ വളർച്ചയുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ ഉള്ള വിവേചനമൊക്കെ ഇല്ലാതാക്കിയിട്ട് എല്ലാവരെയും തുല്യരായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ അതായത് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ, ഇന്ത്യക്ക് ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ നേട്ടം ആർക്കും കിട്ടണം? പാവപ്പെട്ട ആളുകൾക്കും കിട്ടണം. അതായത് ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ എല്ലാവർക്കും കിട്ടണം. ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഇതൊക്കെയാണല്ലോ ഒരാൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ എല്ലാവർക്കും കിട്ടണം, പാവപ്പെട്ടവർക്കും എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഈക്വിറ്റി. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നുള്ള വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവർക്കും എല്ലാ ഫെസിലിറ്റീസും, ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നുള്ളതാണ് ഈക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവ മാത്രം മതിയാവില്ല. ഒരു രാജ്യത്ത് ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടായാലും ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടായാലും ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം, അല്ലേ? ഒത്തിരി ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചു, ഒത്തിരി വളർച്ചയൊക്കെ ഉണ്ടായി, എങ്കിലും ചില ആളുകൾക്ക് ദാരിദ്ര്യം അപ്പോഴും അനുഭവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേട്ടങ്ങൾ സമ്പന്നരായ കുറച്ചുപേർ മാത്രം അനുഭവിക്കുന്നതിന് പകരം ദരിദ്ര വിഭാഗങ്ങൾക്കും ലഭ്യമാവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവയ്ക്ക് പുറമെ സമത്വവും പ്രാധാന്യം അർഹിക്കുന്നു, അല്ലെ? പാവപ്പെട്ടവർക്ക് മാത്രം എല്ലാ വളർച്ചയും ഉണ്ടാവുന്നു, പണക്കാർക്ക് മാത്രം എല്ലാ വളർച്ചയും ഉണ്ടാവുന്നു, പാവപ്പെട്ടവരെന്താണ്? പാവപ്പെട്ടവരായിട്ട് തന്നെ ഇരിക്കുന്നു, അവർ ദരിദ്രം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം വളർച്ചയാവുമോ? ഇല്ല. അപ്പോൾ അവർക്കും കൂടെ ഒരു സമത്വം വേണം, അല്ലേ? അപ്പോൾ എല്ലാ ഇന്ത്യക്കാരും ഭക്ഷണം, വാസയോഗ്യമായ പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാവുകയും അതിനായി സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം കുറച്ചുകൊണ്ട് വരികയും ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നേടിക്കൊടുക്കാനൊന്നും പറ്റില്ല, അല്ലേ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും കിട്ടണം. അതായത് ഒരാളുടെ ബേസിക് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു പാർപ്പിടം വേണം, അല്ലേ? അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഫുഡ്, വാട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും, വസ്ത്രം. അപ്പോൾ അതൊക്കെ എല്ലാവരിലോട്ടും എത്തിക്കണം, അത് എല്ലാവർക്കും കിട്ടണം, അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കണം. ഇതാണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലെ ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികൾ കൃഷി, വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളിൽ ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നടത്തിയ പരിശ്രമവും അവ എത്രത്തോളം വിജയിച്ചുവെന്നും നമുക്ക് പരിശോധിക്കാം. 1991 ശേഷമുള്ള നയങ്ങളെയും വികസന പ്രശ്നങ്ങളെയും അത് നമ്മൾ അടുത്ത അധ്യായത്തിലാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പഞ്ചവത്സര പദ്ധതികൾ, അതിൻ്റെ ശ്രമം എത്രത്തോളം വിജയിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. അതായത് ഇമ്പാക്റ്റ് ഓഫ് 5 ഇയർ പ്ലാൻസ് ഓൺ ഇന്ത്യൻ എക്കണോമി. ഓക്കെ, എങ്ങനെയാണ്
എന്താണ് ഈ 5 ഇയർ പ്ലാൻസ് എല്ലാം കൊണ്ടുവന്നതിന് ശേഷം അത് ഇന്ത്യൻ എക്കണോമിയെ ഏതൊക്കെ തരത്തിൽ ബാധിച്ചു എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഓരോ മേഖലകളായിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ നാശം, അതായത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് ഓരോ മേഖല തിരിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നമ്മൾ ഓരോ മേഖല തിരിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് കൃഷിയാണ്. ഓക്കെ, അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയിലൂടെ വന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കോളനി വാഴ്ചക്കാലത്ത് കാർഷിക മേഖലയിൽ വളർച്ചയോ സമത്വമോ ഇല്ലായിരുന്നു. ഓക്കെ, കാർഷിക മേഖലയിൽ വളർച്ചയോ സമത്വമോ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് ആദ്യത്തെ പോലെ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം, അതിനുശേഷം വായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ കൃഷിയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് പണ്ട് നമുക്കറിയാം കൃഷിക്കാർക്ക് എന്താണ്, സ്വന്തമായിട്ട് ഭൂമി ഇല്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, സെമീന്ദാരി സിസ്റ്റം ആയിരുന്നു അല്ലേ. സെമീന്ദാർമാരുടെ കയ്യിലാണ് ഭൂമി, അവർക്കാണ് അതിൽ അവകാശം. ഇവരെന്താണ് അവിടെ ജോലി ചെയ്യുന്നു അല്ലേ. കൃഷിക്കാരെന്ന് പറയുന്നത് സെമീന്ദാർമാരുടെ ഭൂമിയിൽ ജോലി ചെയ്യുന്നു, പാട്ടം കൊടുത്തിട്ട് അല്ലേ ജോലി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സെമീന്ദാരി സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ കൃഷിക്കാരുടെ സ്വന്തം ഭൂമി അല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യില്ല, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കർഷകർ എന്തെങ്കിലും ഒന്ന് ചെയ്യോ. കാരണം അവരുടെ അത് സെമീന്ദാസിൻ്റെ ആണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇവർ ചെയ്യില്ല. കാരണം എന്താണ്, അവരുടെ സ്വന്തം ഭൂമിയല്ല എന്നുള്ള കാരണം കൊണ്ടാണ്, സെമീന്ദാർമാരുടെ കയ്യിലല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊന്നും പ്രത്യേകിച്ച് ചെയ്യില്ല. അപ്പോൾ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഗ്രോത്ത് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ 2 ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു. ഓക്കെ, കർഷകർ പണ്ട് സെമീന്ദാസിൻ്റെ കയ്യിലാണ് ഭൂമി എന്നുള്ളത് കൊണ്ട് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി കൃഷിക്കാരൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ എന്തെങ്കിലും ഗ്രോത്ത് കൊണ്ടുവരണം എന്നുള്ളതിന് വേണ്ടിയിട്ട് 2 ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു. 5 ഇയർ പ്ലാനിൻ്റെ വരവോട് കൂടിയിട്ട് 2 ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു. ഒന്നാണ് ലാൻഡ് റീഫോംസ്, ഓക്കെ, ഭൂപരിഷ്കരണം. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഗ്രീൻ റെവല്യൂഷൻ, ഓക്കെ, ഹരിത വിപ്ലവം. ഇങ്ങനെ 2 ഇനീഷ്യേറ്റീവാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഭൂപരിഷ്കരണവും അത് നമുക്ക് പറയാം. അതിന് മുൻപ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് വായിക്കാം കേട്ടോ. കോളനി വാഴ്ചക്കാലത്ത് കാർഷിക മേഖലയിൽ വളർച്ചയോ സമത്വമോ ഇല്ലായിരുന്നുവെന്ന് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, സെമീന്ദാസിൻ്റെ കയ്യിലായിരുന്നു ഭൂമി, അതുകൊണ്ട് കർഷകർ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ എന്താണ്, വളർച്ചയോ സമത്വമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ നയരൂപകർക്ക് ഇത്തരം വിഷയങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇന്ത്യൻ കാർഷിക രംഗത്തെ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ച ഭൂപരിഷ്കരണത്തിലൂടെയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും അവർ ഇത് സാധ്യമാക്കി. ഓക്കെ, അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് ഒന്നാമത്തെ ഇനീഷ്യേറ്റീവാണ് നമ്മൾ പറഞ്ഞ ഭൂപരിഷ്കരണം അഥവാ ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭൂപരിഷ്കരണം അല്ലെങ്കിൽ ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നത്? അത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൃഷിഭൂമിയിൽ ആരാണോ ജോലി എടുക്കുന്നത് അവർക്ക് കൃഷിഭൂമി സ്വന്തമായിട്ട് കൊടുക്കാം. ഓക്കെ, കൃഷിഭൂമിയിൽ ആരാണോ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് അവർക്ക് ആ കൃഷിഭൂമി കൊടുക്കുക, അവരുടെ സ്വന്തമായിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സീലിംഗ് നിശ്ചയിച്ചു. ഞാൻ പറഞ്ഞതിന് ശേഷം അത് വായിക്കാം കേട്ടോ, ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കൃഷിഭൂമിയിൽ ആരാണോ ജോലി എടുക്കുന്നത് അവർക്ക് കൃഷി സ്വന്തമായിട്ട് കൊടുക്കുക. അങ്ങനെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു സീലിംഗ് നിശ്ചയിച്ചു. അതായത് ഓരോരുത്തരും കൈവശം വെക്കേണ്ട ഒരു ഭൂമിയുടെ അളവ് നിശ്ചയിച്ചു. ഇപ്പോൾ കൃഷിഭൂമിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഭൂമി സ്വന്തമായിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒത്തിരി ഭൂമിയിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ മൊത്തം ഭൂമി അവരുടെ പേരിലേക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർക്ക് അതിനൊരു ഒരു വ്യവസ്ഥ വെച്ചു. അതായത് ഓരോരുത്തർക്കും കൈവശം വെക്കേണ്ട ഒരു ഭൂമിയുടെ അളവ് നിശ്ചയിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു അളവിലും കൂടുതലായിട്ട് ആരുടെയെങ്കിലും കയ്യിൽ ഭൂമി ഉണ്ട് എന്ന് വെച്ചാൽ അത് സർപ്ലസ് ആയിട്ട് കണക്കാക്കിയിട്ട്, അതായത് മിച്ച ഭൂമിയായിട്ട് കണക്കാക്കിയിട്ട് അവരെന്ത് ചെയ്യുക, അത് ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് അതിനെ വീതിച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് ഇവിടെ ലാൻഡ് റീഫോംസ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണം കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, കൃഷിഭൂമിയിൽ ജോലിയെടുക്കുന്നവർക്ക് കൃഷിഭൂമി സ്വന്തമായിട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, അതായത് ഇത്ര ഭൂമിയെ കൈവശം വെക്കാവൂ എന്നൊരു അളവ് നിശ്ചയിച്ചു. അതിൽ കൂടുതൽ ഭൂമി കയ്യിൽ വയ്ക്കുന്ന ആളുകളിൽ നിന്നും ആ മിച്ചം വരുന്ന ഭൂമി, സർപ്ലസ് ആയിട്ട് വരുന്ന ഭൂമി എന്ത് ചെയ്യുക,
ഇല്ലാത്തവർക്ക് വീതിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ആയപ്പോൾ എന്തായി, സ്വന്തമായിട്ട് എല്ലാവർക്കും ഭൂമി കിട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താണ്, നമ്മുടെ സ്വന്തം പേരിലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും അല്ലേ. നമ്മൾ സെമീൻദാസിൻ്റെ കയ്യിലായിരുന്നപ്പോൾ അവരുടെ അല്ലേ, നമുക്ക് എന്താ അപ്പോൾ അതിൽ കാര്യം എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഭൂമി നമ്മുടെ പേരിൽ കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും അല്ലേ. അപ്പോൾ അത് ഫെർട്ടിലൈസേഴ്സും അതിനാവശ്യമുള്ള പെസ്റ്റിസൈഡ്സും എല്ലാം നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അതാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു നിയമം എന്ന് പറയുന്നത് കുറച്ച് സക്സസ് ഒക്കെ ആണ് എങ്കിലും സെമീന്ദാർമാർ എന്താണ്, ഈ നിയമത്തിലുള്ള ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഈ നിയമത്തെ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങി. അതായത് ചിലർ ഈ നിയമത്തെ കോടതിയിൽ ചലഞ്ച് ചെയ്തു. എന്തിനാന്ന് വെച്ചാൽ ഈ നിയമം ഇപ്പോൾ ഇവിടെ പാസ്സാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ വരുമല്ലോ. ഓക്കെ, അപ്പോൾ അത് കോടതിയിൽ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേ വരും. അങ്ങനെ കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്തു, ഈ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നിർത്തിവെച്ചു. അപ്പോൾ ഈ സെമീന്ദാർമാർ എന്ത് ചെയ്തു, അതായത് ഇത്ര അളവിലുള്ള ഭൂമിയെ കൈവശം വെക്കാവോ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ട് കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വന്ന സമയത്ത് ആ ഒരു കിട്ടിയ ഗ്യാപ്പിൽ ഈ സെമീന്ദാർമാർ എന്ത് ചെയ്തു, ഇവരുടെ കൈവശമുള്ള ഭൂമിയെ അവരുടെ ഭാര്യമാർക്കും റിലേറ്റീവ്സിൻ്റെ ഒക്കെ പേരിൽ കുറേശ്ശെ ആയിട്ട് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ എന്തായി, എല്ലാവരുടെ പേരിലും ഒരളവിലുള്ള, എത്രയാണോ അവർ അളവ് നിശ്ചയിച്ചിട്ടുള്ളത് അത്ര അളവിലുള്ള ഭൂമിയുള്ളൂ. എല്ലാം കൂടെ ഒരാളുടെ പേരിലാണെങ്കിലാണ് അതിനെ എടുത്തിട്ട് ഇല്ലാത്തവർക്ക് ഭാഗിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഈ സെമീന്ദാർമാർ ചൂഷണം ചെയ്തു. ഓക്കെ, ഇവർ ആ കിട്ടിയ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഇവരുടെ ഭാര്യമാരുടെയും റിലേറ്റീവ്സിൻ്റെയും പേരിലോട്ടൊക്കെ ഇവരുടെ കൈവശമുള്ള ഭൂമിയൊക്കെ എഴുതി കൊടുത്ത് അവരുടെ പേരിലോട്ടാക്കി. അപ്പോൾ അവരവരുടെ അളവിനനുസരിച്ചിട്ടുള്ള ഭൂമിയെ അവരവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് ചൂഷണം ആര് ചെയ്തു, സെമീന്ദാർമാർ ചെയ്തു. അപ്പോൾ ഈ വലിയ ഈ ഒരു നിയമം എന്ന് പറയുന്നത് സെമീന്ദാർമാരിനെ അത്രയ്ക്കൊന്നും അങ്ങോട്ട് അഫക്റ്റ് ചെയ്തില്ല. ഓക്കെ, എന്നാലും എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും ഈ നിയമം എന്ത് ചെയ്തു, നല്ല രീതിയിലൊക്കെ നടപ്പിലാക്കാനായിട്ട് പറ്റി. ഓക്കെ, അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് അത്രയും കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോട് ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ഈ ഒരു നിയമം നല്ല രീതിയിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ ചില വിഭാഗങ്ങൾ, അതായത് ആദിവാസി വിഭാഗത്തിൽ വരുന്ന ആളുകൾക്കൊന്നും ഭൂമി സ്വന്തമായിട്ട് കിട്ടാതെ വന്നു. അപ്പോൾ അവർക്ക് ഈ ലോ കൊണ്ട് വലിയ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ പേർക്കൊക്കെ സ്വന്തമായിട്ട് ഭൂമിയൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭൂപരിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭവം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്വാതന്ത്ര്യ സമയത്ത് ഭൂവകാശ വ്യവസ്ഥയുടെ സവിശേഷത എന്നത് ജമീന്ദാർമാർ, ജാഗീർദാർമാർ എന്നീ ഇടനിലക്കാരുടെ സാന്നിധ്യമായിരുന്നു. ഇവർ ഭൂമിയിൽ അധ്വാനിക്കുന്നതിൽ നിന്നും പാട്ടം ചുമത്തി എന്നത് മാത്രമല്ല, കൃഷിസ്ഥലത്തിൻ്റെ മെച്ചപ്പെടുത്തലിനായി യാതൊന്നും ചെയ്തിരുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, വായിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാർഷിക മേഖലയുടെ കുറഞ്ഞ ഉൽപാദനക്ഷമത കാരണം ഇന്ത്യക്ക് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. സെമീന്ദാർമാരുടെ കയ്യിലായതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. കാർഷിക മേഖലയിൽ സമത്വം കൈവരിക്കുന്നതിന് ഭൂപരിഷ്കരണം ആവശ്യമാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള പുനർവിതരണമാണ് ഭൂപരിഷ്കരണം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള പുനർവിതരണം നമ്മൾ പറഞ്ഞല്ലോ, കൃഷിഭൂമി പണി ചെയ്യുന്നവർക്ക് കൊടുത്തിട്ട് ബാക്കി, അതായത് ഒരളവിൽ കൂടുതലുള്ളതുണ്ടെങ്കിൽ എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കുക, ഇല്ലാത്തവർക്ക്. ഓക്കെ, അതാണ് ഭൂപരിഷ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക കേട്ടോ. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള പുനർവിതരണമാണ് ഭൂപരിഷ്കരണം. സ്വാതന്ത്ര്യം ലഭിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഭൂമിയിൽ അധ്വാനിക്കുന്നവരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ഇടനിലക്കാരെ ഒഴിവാക്കാനുള്ള നടപടികൾ സർക്കാർ എടുത്തിരുന്നു. അതായത് ഈ സെമീന്ദാർമാരെയൊക്കെ പാടെ ഒഴിവാക്കി കർഷകർക്ക് കർഷകരുടെ ഭൂമി കൊടുക്കുക എന്നുള്ളൊരു നിലപാടായിരുന്നു വേണ്ടത്. വേണ്ടത്ര മൂലധനം ലഭ്യമാക്കിയാൽ ഭൂവുടമാവകാശം ലഭിച്ച ഭൂമിയിൽ അധ്വാനിക്കുന്നവർക്ക് കൃഷിയുടെ പുരോഗതിക്കായി നിക്ഷേപം നടത്തുന്നതിനുള്ള പ്രചോദനം ഉണ്ടാകും അല്ലേ. നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ഭൂമിയാണ് എന്നുണ്ടാവുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ചെയ്യും അല്ലേ, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ കാർഷിക മേഖലയിൽ സമത്വം കൊണ്ടുവരുന്നതിനായുള്ള മറ്റൊരു നയമായിരുന്നു ഭൂപരിധി നിശ്ചയിക്കൽ.
ഓക്കെ, അതായത് ഇഷ്ടം പോലെ ഇപ്പോൾ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഭൂമി സ്വന്തമായിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറേ പേരുടെ കയ്യിൽ നല്ലോണം ഭൂമി ഉണ്ടാവും, ചിലർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഭൂപരിധി നിശ്ചയിക്കൽ എന്ന് പറയുന്നത് കൊണ്ടുവന്നു. അതായത് ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഭൂപരിധി നിർണയത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഭൂപരിധി നിർണയം എന്ന് പറയുന്നത് ഒരു അളവ് നിശ്ചയിച്ചു. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും ഒരുപോലെ ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇടനിലക്കാർ ഒഴിവാക്കപ്പെട്ടതോടുകൂടി 200 ലക്ഷത്തോളം കുടിയാന്മാർ സെമീന്ദാർമാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിതരാവുകയും ഗവൺമെന്റുമായി നേരിട്ടുള്ള ബന്ധത്തിൽ വരികയും ചെയ്തു. ഭൂവുടമവകാശം കുടിയാന്മാരിലേക്ക് കൈമാറ്റം ചെയ്തത് അവർക്കൊരു പ്രോത്സാഹനമാവുകയും കാർഷിക വളർച്ചയ്ക്ക് ഉതകുകയും ചെയ്തു. എങ്കിലും ഇടനിലക്കാരുടെ ഒഴിവാക്കൽ കൊണ്ട് സമത്വം എന്ന ലക്ഷ്യം മുഴുവനായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ചില പ്രദേശങ്ങളിൽ പഴയ സെമീന്ദാർമാർ തന്നെ നിയമത്തിന്റെ പഴുതുപയോഗപ്പെടുത്തി വലിയ ഭൂപ്രദേശത്തിന്റെ ഉടമസ്ഥരായി തുടർന്നു. ഓക്കെ, അതാണ് അവർ പറഞ്ഞത്. നമ്മൾ ചെറിയ ചെറിയ ഭാഗമായിട്ട് അവരുടെ റിലേറ്റീവ്സിൻ്റെയും ഭാര്യമാരുടെയൊക്കെ പേരിലോട്ട് എഴുതി മാറ്റി വെച്ചിട്ട് അവർ തന്നെ അതിൻ്റെ ഉടമസ്ഥകളായിട്ട് ഇരുന്നു. ഓക്കെ, സെമീന്ദാർമാർ. അപ്പോൾ ഭൂവുടമകൾ കൃഷിക്കാരെന്ന് അവകാശപ്പെടുകയും യഥാർത്ഥ കുടിയാന്മാരെ കുടിയൊഴിപ്പിച്ച് ഭൂവുടമസ്ഥാവകാശം നിലനിർത്തുകയും ചെയ്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയിൽ അധ്വാനിക്കുന്നവർക്ക് ഉടമസ്ഥാവകാശം ലഭിച്ചെങ്കിലും അതിദരിദ്രരായ കർഷക തൊഴിലാളികൾക്ക്, അതായത് പങ്ക് കൃഷിക്കാർ, ഭൂമിയില്ലാത്ത തൊഴിലാളികൾ തുടങ്ങിയവർ ഭൂപരിഷ്കരണത്തിന്റെ നേട്ടം ലഭിച്ചിരുന്നില്ല. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ ലഭിച്ചിരുന്നില്ല. ഭൂപരിധി നിയമം തടസ്സപ്പെടുത്തി വൻകിട ഭൂവുടമകൾ ഈ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുകയും നിയമം നടക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്തു. അതായത് സ്റ്റേ പോലുള്ള സംഭവങ്ങളൊക്കെ വന്നു. ഈ കാലവിളംബം ഉപയോഗപ്പെടുത്തി അവർ ഭൂമി തങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെ പേരിലാക്കുകയും അങ്ങനെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. നിയമത്തിന്റെ പഴുതുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വൻകിട ഭൂവുടമകൾ അവരുടെ ഭൂവുടമസ്ഥാവസ്ഥ നിലനിർത്തി ഭൂമി അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് എന്ന നയത്തോട് പ്രതിബദ്ധത പുലർത്തിയ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്ന കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഭൂപരിഷ്കരണം വിജയകരമായിരുന്നു. നിർഭാഗ്യവശാൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇതുപോലുള്ള പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ട് ഇന്നും കൈവശ ഭൂമിയുടെ അളവിൽ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ വായിച്ചത്, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തതാണ് ഹരിത വിപ്ലവം. ഓക്കെ, അപ്പോൾ 2 ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലേ. കൃഷി എന്ന് പറയുന്ന മേഖലയിൽ 5 ഇയർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് 2 ഇനീഷ്യേറ്റീവാണ് കൊണ്ടുവന്നത്. ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഭൂപരിഷ്കരണം, ഇതിൻ്റെ രണ്ടാമതാണ് ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം. അത് നമുക്ക് ആദ്യം ഒന്ന് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കൃഷി മെച്ചപ്പെടുത്തുക. ഓക്കെ, കൃഷി മെച്ചപ്പെടുത്തുക. എങ്ങനെയൊക്കെയാണ് മെച്ചപ്പെടുത്തുക? അതായത് നല്ല വിളവ് തരുന്ന വിത്തുകൾ ഉപയോഗിക്കുക, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, നല്ല രീതിക്ക് ജലസേചന സൗകര്യം കൊണ്ട് നല്ല രീതിയിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ എല്ലാ രീതിയിലും മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് കാർഷിക മേഖല ഇംപ്രൂവ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, നല്ല വിളവ് തരുന്ന വിത്തുകളും പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ജലസേചന സൗകര്യങ്ങളും മാർക്കറ്റിംഗ് ഫെസിലിറ്റീസും മോഡേൺ ടെക്നോളജീസും എല്ലാം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കാർഷിക മേഖലയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃഷിക്കാർ എന്ത് ചെയ്തു? കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് കൺസെഷൻസ് കൊടുത്തു, സബ്സിഡി കൊടുത്തു. അപ്പോൾ സബ്സിഡി എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഇനി വിശദമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൺസെഷൻസ് കൊടുത്തു, സബ്സിഡി കൊടുത്തു, അതുപോലെ തന്നെ നല്ല വിളവ് തരുന്ന വിത്തുകൾ, ഹൈ ഈൽഡിങ് സീഡ്സ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് എല്ലാം മാർക്കറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുത്തു. അങ്ങനെ ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഓക്കെ, കർഷകർക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ, കൺസെഷൻസും സബ്സിഡിയും അതുപോലെ തന്നെ നല്ല വിളവ് തരുന്ന വിത്തുകളും അതുപോലെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് മാർക്കറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും എല്ലാം ആരൊരുക്കി കൊടുത്തു? ഗവൺമെൻറ് ഒരുക്കി കൊടുത്തു. അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഫലങ്ങളും ഉണ്ടായി. അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കൂടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് മെയിനായിട്ട് ഉണ്ടായത്. പക്ഷേ ഏതൊരു കാര്യത്തിനും നെഗറ്റീവ് സൈഡും ഉണ്ടാവും, പോസിറ്റീവ് സൈഡും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുണ്ടായ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മാറി.
ഓക്കെ, ഇന്ത്യ എന്തായി? സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് മാറി. അതായത് ഇന്ത്യയിലേക്ക് വേണ്ടതൊക്കെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, മറ്റു രാജ്യക്കാരെയൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടതൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആയി. ദെൻ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സർപ്ലസ് ഉണ്ടായി. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിച്ചം. ഓക്കെ, മിച്ചം ഉണ്ടായി. അതായത് ഫാമേഴ്സ് ഇപ്പോൾ അവർക്ക് വേണ്ടത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഉണ്ടായി സാധനങ്ങൾ. അപ്പോൾ അത് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ അതിൻ്റെ ലാഭവും കൂടെ അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സർപ്ലസ് ഉണ്ടാക്കാനായിട്ട് ഗ്രീൻ റെവല്യൂഷൻ ഹെൽപ്പ് ചെയ്തു. അതുപോലെ എല്ലാ ആളുകളിലേക്കും എന്താണ്? ഫുഡ് എത്താനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഹൈ ഈൽഡിങ് സീഡ്സും മെഷീനറീസും ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നിറയെ വിളവുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഫുഡിൻ്റെ സ്കേഴ്സിറ്റി ഒക്കെ എല്ലാവർക്കും ഇല്ലാതാവാൻ തുടങ്ങി. എല്ലാവരിലോട്ടും ഭക്ഷണം എത്താനായിട്ട് തുടങ്ങി. അതുപോലെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ കുറഞ്ഞു. ഓക്കെ, മാക്സിമം നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ കുറച്ച് കുറഞ്ഞു. അതുപോലെ ഗവൺമെൻറ്റിനും ഈ മിച്ചം വരുന്ന ഫുഡ് ഗ്രെയിൻസ് ഒക്കെ എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? സ്കേഴ്സിറ്റി വരുന്ന സമയത്ത് റേഷൻ കട പോലുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റി. ഓക്കെ, ഇപ്പോൾ അമിതമായിട്ടൊക്കെ വരുന്ന ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ഗവൺമെൻറ് സ്റ്റോർ ചെയ്തിട്ട് റേഷൻ കട പോലുള്ള PDS സിസ്റ്റം വഴി എന്ത് ചെയ്യുക? പാവപ്പെട്ട ആളുകളിലോട്ടൊക്കെ എത്തിക്കാനായിട്ട് പറ്റി. ദെൻ എന്താണ്? ഓട്ടോമാറ്റിക്കലി അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂടി. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനിഫിറ്റ് ആണ്. ഇനി അതിൻ്റെ എന്താണ് കോട്ടം, ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പാവപ്പെട്ട കർഷകരും എന്താണ് പണക്കാരായിട്ടുള്ള കർഷകരും തമ്മിലുള്ള അന്തരം കൂടി വന്നു. ഓക്കെ, പാവപ്പെട്ട കർഷകരും പണക്കാരായിട്ടുള്ള അന്തരം കൂടി വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ്? പണക്കാരായിട്ടുള്ള ആളുകളെ എന്നും പണക്കാരായിട്ടും പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിട്ടും ഇരുന്നു. അതുപോലെ തന്നെ ഇപ്പം നല്ല വിളവ് കിട്ടുന്ന വിത്തുകൾ, ഹൈ ഈൽഡിങ് സീഡ്സ് ഒക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വിത്തുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല വിളവൊക്കെ കിട്ടും. പക്ഷേ ഈ വിളകൾക്കൊക്കെ പെട്ടെന്ന് അസുഖം ബാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു കോട്ടമാണ്. ദെൻ അത് എന്താണ്? കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉപയോഗിക്കും അല്ലേ? നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി എന്താണ്? കുറയാനായിട്ട് തുടങ്ങും അല്ലേ? മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി കുറയാനായിട്ട് തുടങ്ങി. ദെൻ എന്താണ്? നമ്മൾ പറഞ്ഞു കൂടുതൽ യന്ത്രങ്ങളും മെഷീനറീസും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ? ട്രാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ്? ആളുകൾക്ക് ജോലി കുറയും അല്ലേ? അപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് രൂക്ഷമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഗ്രീൻ റെവല്യൂഷൻ്റെ കോട്ടങ്ങൾ എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞാലോ? ഓക്കെ, വായിച്ചു നോക്കാം അല്ലേ? അപ്പോൾ ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒന്ന് കേട്ടു, ഇനി നിങ്ങളത് വായിക്കും കൂടെ ചെയ്യുമ്പോൾ തറവായിക്കോളും. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യ സമയത്ത് രാജ്യത്തിലെ 75% ജനങ്ങളും കൃഷിയെയാണ് ആശ്രയിച്ചത്. ഭൂരിഭാഗം കർഷകരും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നതിനാലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താലും കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നു. ഇന്ത്യൻ കൃഷി പ്രധാനമായും മൺസൂണിനെ ആശ്രയിച്ചുള്ളതാണ്. ജലസേചന സൗകര്യം ലഭ്യമല്ലെങ്കിൽ മഴക്കുറവ് കർഷകരെ പ്രയാസത്തിലാക്കുമായിരുന്നു. വളരെ കുറച്ച് കർഷകർക്ക് മാത്രമേ ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായിരുന്നുള്ളൂ. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറേയൊക്കെ പരിഹരിക്കാനായി. ഹരിത വിപ്ലവം എന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ പ്രത്യേകിച്ചും ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും ഉൽപാദനത്തിൽ ഉണ്ടായ വർധനവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഹരിത വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനത്തിൽ ഉണ്ടായ വർധനവിനെ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നത് കൃത്യമായ അളവിൽ രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയും സ്ഥിരമായ ജലസേചനവും ആവശ്യമാണ്. ഇതിനു പുറമെ നിവേശങ്ങളുടെ അതായത് ഇൻപുട്സ് ശരിയായ അനുപാതത്തിലുള്ള ഉപയോഗവും പ്രധാനമാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ നിന്നും കർഷകർക്ക് മെച്ചമുണ്ടാവണമെങ്കിൽ സ്ഥായിയായ ജലസേചന സൗകര്യങ്ങളും രാസവളം, കീടനാശിനി എന്നിവ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും അത്യാവശ്യമാണ്. തൽഫലമായി ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ, അതായത് ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പരിമിതപ്പെട്ടു. അതിലുപരി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൂടുതലായി നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ്.
ഓക്കെ, അപ്പം നമ്മൾ ഹൈ ഈൽഡിങ് സീഡ്സ് ഒക്കെ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് നേട്ടം ഉണ്ടാക്കിയത്. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ, അതായത് 1970 പകുതി മുതൽ 1980 പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിദ്യയും കൂടുതലുമായിട്ട് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള വിളകൾ പ്രയോജനപ്പെടുകയും ചെയ്തു. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി നാം അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെയോ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾ, അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെയോ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായില്ല. ദെൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വളർച്ച പ്രാധാന്യം അർഹിക്കുന്നതാണ്, പക്ഷേ അത് പര്യാപ്തമായിരുന്നില്ല. ഈ ഉൽപാദന വർധനവിൻ്റെ വലിയൊരു ഭാഗം വിപണികളിൽ വിൽക്കാതെ കർഷകർ തന്നെ സ്വയം ഉപഭോഗം നടത്തിയാൽ അത് ദേശീയ വരുമാന കണക്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുകയില്ല. നേരെ മറിച്ച് വർദ്ധിച്ച കാർഷികോൽപാദനത്തിന്റെ ഏറിയ പങ്കും വിപണികളിൽ വിറ്റഴിക്കപ്പെട്ടാൽ അതിന് ദേശീയ വരുമാനം കണക്കാക്കിൽ വർധനവ് ഉണ്ടാക്കാൻ കഴിയും. കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന്റെ ഭാഗം കമ്പോള മിച്ചം, നമ്മൾ പറഞ്ഞില്ലേ സർപ്ലസ് എന്നറിയപ്പെടുന്നു കേട്ടോ. കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന്റെ ഭാഗമാണ് കമ്പോള മിച്ചം, മാർക്കറ്റഡ് സർപ്ലസ് എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിച്ച അരിയുടെയും ഗോതമ്പിന്റെയും നല്ലൊരു ഭാഗം വിപണിയിൽ ലഭ്യമാക്കിയ മിച്ചം കർഷകർ വിപണിയിൽ വിറ്റു. തൽഫലമായി മറ്റ് ഉപഭോഗ വസ്തുക്കളെ അപേക്ഷിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്ന താഴ്ന്ന വരുമാനക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിലുണ്ടായ കുറവ് പ്രയോജനകരമായി. ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യശേഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം ഗവൺമെന്റിനെ സഹായിച്ചു. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ധാന്യശേഖരം നമ്മൾ പറഞ്ഞില്ലേ, ഗവൺമെന്റിന് എന്താണ് ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ, ഫുഡ് ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹരിത വിപ്ലവം കൊണ്ട് ഗവൺമെന്റിന് സഹായമുണ്ടായി. ഇനി ഹരിത വിപ്ലവം രാഷ്ട്രത്തിന് വലിയ നേട്ടമുണ്ടാക്കിയെങ്കിലും ഇതിന് ഉപയോഗിക്കപ്പെടുത്തിയ സാങ്കേതിക വിദ്യാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തിയായിരുന്നില്ല. ഇതിൻ്റെ ഒരു പരിണിതഫലം ഇത് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ആണ് പറയുന്നത്. അപ്പോൾ ഇത് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അവശ്യ നിവേശങ്ങളുടെ ചിലവ് വഹിക്കാൻ കഴിവുണ്ടായിരുന്നത് വൻകിട കർഷകർക്കായിരുന്നതിനാൽ ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ലാഭം കൊയ്തതും അവർ തന്നെയാണ്. മാത്രമല്ല അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നതിനാൽ ഇത്തരം സാങ്കേതിക വിദ്യ സ്വീകരിച്ച ചെറുകിട കർഷകർക്ക് കീടാക്രമണം ഉണ്ടായാൽ എല്ലാം നഷ്ടമാകുമായിരുന്നു. അപ്പോൾ കീടാക്രമണം ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ, പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്. ദെൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ മൂലം ഇത്തരം ഭയമെല്ലാം കുറയ്ക്കാനായി ചെറുകിട കർഷകർക്ക് ആവശ്യനിവേശങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഗവൺമെന്റ് സബ്സിഡി നിരക്കിൽ രാസവളം നൽകുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ പാവപ്പെട്ട കർഷകർക്ക് എന്താണ് ഇങ്ങനെയുള്ള അവശ്യനിവേശങ്ങൾ, അതായത് പുതിയ യന്ത്രങ്ങളും ടെക്നോളജീസും ഹൈ ഈൽഡിങ് സീഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് കുറച്ച് ചിലവേറിയ കാര്യമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുകിട കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, സബ്സിഡി നിരക്കിൽ രാസവളം നൽകുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ചെയ്തു. തൽഫലമായി ചെറുകിട കർഷകർക്ക് അവശ്യനിവേശങ്ങൾ നേടാൻ കഴിഞ്ഞതിനാൽ കാലക്രമേണ ചെറുവിള നിലങ്ങളുടെ ഉൽപാദനക്ഷമത വൻവിള നിലങ്ങളുടേതിന് തുല്യമായി. ഇതിൻ്റെ ഫലമായി ഹരിത വിപ്ലവത്തിൻ്റെ പ്രയോജനം വൻകിടക്കാർക്കും ചെറുകിടക്കാർക്കും ലഭ്യമായി. പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങൾ നൽകിയ സേവനങ്ങൾ കീടാക്രമണം മൂലമുണ്ടാകുന്ന ചെറുകിട കർഷകരുടെ നഷ്ടസാധ്യത ഗണ്യമായി കുറച്ചു. അതായത് ചെറുകിട കർഷകർക്കും സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ലഭ്യമാക്കുന്നതിനാൽ ഗവൺമെന്റുകൾ തങ്ങളുടെ പങ്ക് വഹിക്കാത്ത സാഹചര്യത്തിലാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനം ധനിക കർഷകർക്ക് മാത്രമായി പരിമിതപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞു തന്നില്ല, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സബ്സിഡി കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് സബ്സിഡി എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സബ്സിഡി എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് സബ്സിഡി? അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി
ഓക്കെ, അത് ഗ്രീൻ റെവല്യൂഷൻ വഴി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എന്ത് കൊണ്ടുവന്നത്, സബ്സിഡി കൊണ്ടുവന്നതെന്ന് പറഞ്ഞല്ലേ. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അതുപോലെ തന്നെ പാവപ്പെട്ട കർഷകരെ ആയാലും എല്ലാ കർഷകരെയും കൃഷിയിലേക്ക് നല്ല രീതിയിൽ ആകർഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു, സബ്സിഡി കൊണ്ടുവന്നു. അപ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതായത് കൃഷിക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്സ്, അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ സബ്സിഡൈസ്ഡ് റേറ്റിന് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങി, കുറഞ്ഞ വിലയിൽ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ട കർഷകൻ എന്താണ്, അത് പാവപ്പെട്ട കർഷകനെ സംബന്ധിച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണോ കിട്ടുന്നത് അല്ലേ. സബ്സിഡറി റേറ്റ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആണ്. അപ്പോൾ പാവപ്പെട്ട കർഷകരും എന്താണ് ഇങ്ങനെയുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെ സബ്സിഡി കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് ആളുകളെ എന്ത് ചെയ്യാൻ പറ്റി, കൃഷിയിലോട്ട് അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഓക്കെ, നമുക്ക് വായിക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു തരുവാണ്. അപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ട്രാക്ടേഴ്സും പമ്പ് സെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്സിഡൈസ്ഡ് റേറ്റിന് ജനങ്ങളിലോട്ട് എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ പാവപ്പെട്ട കർഷകർ എന്താണ് അത് വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ സബ്സിഡറി റേറ്റ് കിട്ടണമെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് എന്താണ് അതിലോട്ട് അട്രാക്റ്റഡ് ആവും. അങ്ങനെ അവരെന്ത് ചെയ്യും, ഈ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. പക്ഷേ ഈ സബ്സിഡി എന്ന് പറയുന്നത് പാവപ്പെട്ട കർഷകർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയെങ്കിലും അതിനെയും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, സബ്സിഡി എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ആർഗ്യുമെൻറ്റ്സും ഉണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സബ്സിഡി എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അട്രാക്റ്റഡ് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചറിലോട്ട് കുറേ കൂടെ ആളുകളെ ആകർഷിക്കാനായിട്ട് കഴിഞ്ഞു. സബ്സിഡിയിൽ സാധനങ്ങൾ കിട്ടുന്നു, എക്യുപ്മെൻറ്റ്സ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ഇതിലോട്ട് അട്രാക്റ്റഡ് ആവും അല്ലേ. അപ്പോൾ അതൊരു സപ്പോർട്ടിങ് ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ കൂടുതൽ ആളുകൾ ഈ മോഡേൺ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, സബ്സിഡറി റേറ്റിന് തന്നെ കൊടുക്കണം അല്ലേ. വില കുറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ ആളുകൾ ഈ മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുള്ളൂ അല്ലേ. അപ്പോൾ അതിന് സബ്സിഡി എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് കൃഷി എന്ന് പറയുന്നത് എന്താണ്, അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് അല്ല അല്ലേ. കുറച്ചൊക്കെ നഷ്ടം വരാവുന്ന ഒരു ഏരിയ ആണ് എന്ത്, കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തിരി നഷ്ടം വരുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, സബ്സിഡി ആവശ്യമാണ്. അല്ലാതെ നല്ല വില കൊടുത്ത് നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അത്രയും ഇതിൽ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അത്രമാത്രം ലാഭം തരുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. ഓക്കെ, പക്ഷേ കൃഷി എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ വൻ നഷ്ടം വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സബ്സിഡിയിൽ കിട്ടുന്നത് നല്ലത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ എന്താണ്, പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു അന്തരം കുറയ്ക്കാനായിട്ട് സാധിച്ചു. കാരണം എന്താണ്, പണമുള്ളവർ നല്ല വില കൊടുത്ത് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്നത് പാവപ്പെട്ടവർ വാങ്ങിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയില്ലാതെ സബ്സിഡിയിൽ കിട്ടുമ്പോൾ പാവപ്പെട്ടവർക്കും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാം. അപ്പോൾ പണക്കാരോ പാവപ്പെട്ടവർ എന്നുള്ള ഒരു വേർതിരിവ് ഇല്ലാതെയായി. അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെയുള്ള മെഷീനറീസും നല്ല മോഡേൺ എക്യുപ്മെൻറ്റ്സും ഒക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താണ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, സബ്സിഡി കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ ആർഗ്യുമെൻറ്റ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണക്കാരെന്താണ്, അവർ കൂടുതലും ഈ സബ്സിഡി നിരക്കിനെ ആശ്രയിച്ച് എന്താണ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് പാവപ്പെട്ടവർ മാത്രമല്ല, പണക്കാർ കൂടുതൽ പേരും സബ്സിഡിക്ക് കിട്ടുന്ന എല്ലാവർക്കും കൊടുക്കണമല്ലോ സബ്സിഡി എന്ന് പറയുന്നത്. അപ്പോൾ സബ്സിഡി ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ആര് തുടങ്ങി, പണമുള്ളവരും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഈ എന്താണ്, സബ്സിഡി ഉപയോഗിച്ചിട്ട് സബ്സിഡിയുടെ ബെനിഫിറ്റ്സ് കൂടുതലും എൻജോയ് ചെയ്യുന്നത് ആരായിരിക്കും, റിച്ച് ഫാമേഴ്സ് ആയിരിക്കും. ഓക്കെ, പണമുള്ള കർഷകരായിരിക്കും ഈ സബ്സിഡിയുടെ ബെനിഫിറ്റ്സ് കൂടുതലായിട്ടും എൻജോയ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. അപ്പോൾ അവർ അതിൽ നിന്നും സബ്സിഡി റേറ്റിന് സാധനങ്ങൾ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ പണക്കാരായിട്ടുള്ള കർഷകർക്ക് കുറച്ചുകൂടി ഈ എന്താണ് സബ്സിഡിയുടെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി തുടങ്ങി. അതൊരു എന്താണ് ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിനൊക്കെ ഇതുപോലെ സബ്സിഡൈസ്ഡ് റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് അതിൻ്റെ മേജർ പോർഷനും ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഴ്സിൻ്റെ സബ്സിഡിയുടെ മേജർ പോർഷനും എവിടേക്ക് പോയി, ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരിക്കൽ സബ്സിഡൈസ്ഡ് റേറ്റിന് ഒരു സാധനം കൊടുത്തു, ഓക്കെ, മെഷീനറീസും കാര്യങ്ങളൊക്കെ ഒരാൾ വാങ്ങിച്ചു,
അതുപയോഗിച്ച് അയാൾ കൃഷിയൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് സബ്സിഡിയിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വന്നു. ഓക്കെ, ഒരാൾ സബ്സിഡി റേറ്റിന് സാധനങ്ങൾ വാങ്ങിച്ച് ഒരിക്കൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് സബ്സിഡിയിൽ കൊടുക്കേണ്ട എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് വരാൻ വേണ്ടി തുടങ്ങി. അതൊരു നെഗറ്റീവ് അല്ലേ? ഓക്കെ, പിന്നെ ഗവൺമെൻറ്റിന് വലിയ നഷ്ടമാണ് വരുന്നത്. കാരണം എന്താണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സബ്സിഡൈസ്ഡ് റേറ്റിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അല്ലേ, അത് നഷ്ടമാണ് വരുന്നത്. അപ്പോൾ ഈ വെറുതെ കൊടുക്കുന്നത് പോലെ എല്ലാ ജനങ്ങൾക്കും കൊടുക്കുമ്പോൾ അത് പറയുന്നതാണ് കേട്ടോ. ചിലവരുടെ ആർഗ്യുമെൻറ്റ്സ് ആണ് പറയുന്നത്, നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ടായിരുന്നു. അവർ പറയുന്ന പോയിന്റ്സ് ആണ്, ഗവൺമെൻറ് ഇങ്ങനെ എല്ലാം സബ്സിഡൈസ്ഡ് റേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒത്തിരി പൈസ നഷ്ടമാവാണ് ഗവൺമെൻറ്റിന്. അപ്പോൾ ആ ഒരു പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വേറെ വല്ല കാര്യങ്ങൾക്കൊക്കെ ജനങ്ങളെ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചിലർ പറയുന്ന വാദം. പിന്നെ കൃത്യമായിട്ട് ഉള്ള ആവശ്യക്കാരിലോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും ഒരു നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പൈസയുള്ള ആളുകൾ തന്നെ സബ്സിഡി റേറ്റിന് പോയിട്ട് സാധനങ്ങൾ എടുക്കും, പാവപ്പെട്ടവരിലോട്ട് മാക്സിമം എത്തിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്തായിട്ട് പറയുന്നത്, നെഗറ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്സിഡിയുടെ പോസിറ്റീവും നെഗറ്റീവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം അല്ലേ. അപ്പോൾ സബ്സിഡി നോക്കുക, സബ്സിഡിയുടെ സാമ്പത്തിക ന്യായീകരണം ഇന്ന് ഒരു ചൂടേറിയ ചർച്ചാ വിഷയമാണ്. കർഷകർക്ക് പൊതുവിലും ചെറുകിട കർഷകർക്ക് പ്രത്യേകിച്ചും അത്യുൽപാദന മേന്മയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പ്രോത്സാഹനം നൽകേണ്ടതിന് സബ്സിഡി അനിവാര്യമാണെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടതാണ്. കർഷകർ എല്ലാ പുത്തൻ സാങ്കേതിക വിദ്യയും അപകട സാധ്യത ഉള്ളതായിട്ട് കാണുന്നു. ആയതിനാൽ കർഷകരെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് സബ്സിഡി നൽകേണ്ടത് ഒരു ആവശ്യമാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. കർഷകരെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് എന്ത് വേണം, സബ്സിഡി നൽകേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ സാങ്കേതിക വിദ്യ ലാഭകരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടതാണെങ്കിലും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയതുകൊണ്ട് സബ്സിഡികൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കണമെന്ന് ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത് സബ്സിഡിയുടെ സംവാദമാണ് പറയുന്നത് കേട്ടോ. നോക്കുക, കർഷകർക്ക് പ്രയോജനകരമാകാനാണ് സബ്സിഡികൾ നൽകുന്നതെങ്കിലും രാസവള വ്യവസായവും സബ്സിഡി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പൊതുവിൽ സാമ്പത്തിക അഭിവൃദ്ധി നേടിയ മേഖലകളിലെ കർഷകരാണ് സബ്സിഡികൾ കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, റിച്ച് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും സബ്സിഡി പ്രയോജനപ്പെടുത്തുന്നത്. അതിനാൽ രാസവള സബ്സിഡികൾ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന വാദവുമുണ്ട്. കാരണം സബ്സിഡി ലക്ഷ്യം വയ്ക്കുന്ന വിഭാഗത്തിന് പ്രയോജനമാവുന്നില്ല. മാത്രമല്ല ഗവൺമെന്റിന്റെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. മറുഭാഗത്ത് ഇന്ത്യയിൽ കൃഷിയിൽ നഷ്ടമുള്ള സാധ്യതയുള്ളതിനാൽ കാർഷിക സബ്സിഡി തുടരണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഭൂരിഭാഗം കർഷകരും ദരിദ്രരാണ്. സബ്സിഡി കൂടാതെ അവശ്യ നിവേശങ്ങൾക്കുള്ള ചിലവ് വഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സബ്സിഡി ഒഴിവാക്കുന്നത് ധനിക കർഷകർക്കും ദരിദ്ര കർഷകരും തമ്മിലുള്ള അസമത്വം വർദ്ധിപ്പിക്കുകയും സമത്വം എന്ന ലക്ഷ്യത്തിന് എതിരാവുകയും ചെയ്യുന്നു. സബ്സിഡികൾ പ്രയോജനകരമാവുന്നത് വൻകിട കർഷകർക്കും രാസവള വ്യവസായത്തിനുമാണെങ്കിൽ സബ്സിഡി ഒഴിവാക്കലല്ല ശരിയായ നയമെന്നും ദരിദ്ര കർഷകർ സബ്സിഡിയിലൂടെ നേട്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുന്ന നടപടികൾ എടുക്കുകയാണ് വേണ്ടതെന്നും ഈ വിദഗ്ധർ വാദിക്കുന്നു. അപ്പോൾ 1960കളുടെ അവസാനത്തോടുകൂടി ഇന്ത്യയിലെ കാർഷിക ഉൽപാദനക്ഷമത വർധനവ് ഭക്ഷ്യധാന്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സഹായകരമായി. ഇത് അഭിമാനിക്കേണ്ട ഒരു നേട്ടമാണ്. 1960കളുടെ അവസാനത്തോടു കൂടിയിട്ട് ഇന്ത്യയിലെ കാർഷിക ഉൽപാദനക്ഷമത വർധനവ് ഭക്ഷ്യധാന്യങ്ങളുടെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സഹായകമായി. എന്നാൽ 1990കളുടെ അവസാനത്തിൽ പോലും രാജ്യത്തിൻ്റെ 65% ജനങ്ങളും കാർഷിക മേഖലയെ തന്നെ തൊഴിലിനായി ആശ്രയിക്കുന്നു എന്നത് അഭികാമ്യമല്ല. കാരണം ഒരു രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനനുസരിച്ച് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലേക്ക് കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവനയുടെ അനുപാതവും ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണവും കുറയുന്നു എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പൊതുവിൽ നിരീക്ഷിച്ചതാണ്. ഇന്ത്യയിൽ 1950നും 90നും ഇടയ്ക്ക് കാർഷിക മേഖലയുടെ സംഭാവന മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ അനുപാതം എന്ന നിലയിൽ ഗണ്യമായി കുറഞ്ഞു. അപ്പോൾ കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് അഭിവൃദ്ധിപ്പെട്ടതിനനുസരിച്ചിട്ട് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലോട്ട് കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവന കുറവാണ്, ഗണ്യമായിട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാവുന്നില്ല GDPയുടെ കാര്യത്തിൽ. പക്ഷേ കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നില്ല. അപ്പോൾ 1950-ൽ
67.5% നിന്നും 1990 ആവുമ്പോഴേക്കും 64.9%, ചെറിയൊരു വിഭാഗം മാത്രം ജോലി ചെയ്താൽ പോലും വളർച്ചയുണ്ടാകുമായിരുന്ന കാർഷിക മേഖലയിൽ എന്തുകൊണ്ടാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ തൊഴിൽ ചെയ്യേണ്ടി വന്നത്? കാർഷിക മേഖലയിൽ ജോലി ചെയ്തിരുന്നവരെ ഉൾക്കൊള്ളാൻ സേവന വ്യാവസായിക മേഖലകൾക്കായില്ല എന്നതാണ് ഇതിനുള്ള ഉത്തരം. അപ്പോൾ എന്തുകൊണ്ടാവാം വലിയൊരു വിഭാഗം ജനങ്ങൾ തൊഴിൽ ചെയ്യേണ്ടി വന്നത് കാർഷിക മേഖലയിൽ? അപ്പോൾ എന്തുകൊണ്ടാണ്? അതായത് കാർഷിക മേഖലയിൽ ജോലി ചെയ്തിരുന്നവരെ ഉൾക്കൊള്ളുവാൻ സേവന വ്യാവസായിക മേഖലകൾക്ക് ആയില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. 1950 മുതൽ 90 വരെ നാം പിന്തുടർന്ന നയങ്ങളുടെ പരാജയമായിട്ടാണ് ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇതിനെ കാണുന്നത്. അപ്പോൾ സബ്സിഡി എന്താണെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് വ്യവസായവും വ്യാപാരവും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് 5 ഇയർ പ്ലാന് കൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, എവിടെ കൃഷിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി വ്യവസായം, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലും എന്താണ് ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വളർച്ചയാണ് നമ്മൾ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് മെയിൻ സംഭാവന ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം അയൺ ആൻഡ് സ്റ്റീൽ, കോട്ടൺ ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ദരിദ്ര രാഷ്ട്രങ്ങൾ പുരോഗതി പ്രാപിക്കണമെങ്കിൽ നല്ലൊരു വ്യാവസായിക വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ രാഷ്ട്രങ്ങളുടെ വളർച്ചയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആർക്കുണ്ട്? വ്യാവസായിക വളർച്ചയ്ക്കുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ വ്യവസായ മേഖല കാർഷിക മേഖലയേക്കാൾ സ്ഥിരതയുള്ള തൊഴിൽ നൽകുകയും ആധുനികവൽക്കരണത്തെയും മൊത്തം അഭിവൃദ്ധിയെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലേ? കാർഷിക മേഖലയേക്കാൾ തൊഴിലവസരങ്ങൾ കൂടുതൽ എവിടെ തന്നെയാണ്? വ്യവസായ മേഖലയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ആധുനികവൽക്കരണമാണെങ്കിലും ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖലയാണ് വ്യവസായ മേഖല. ഇതിൻ്റെ വെളിച്ചത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകുന്നത്. സ്വാതന്ത്ര്യം നേടിയ കാലത്ത് വ്യാവസായിക വൈവിധ്യവൽക്കരണം തീരെ കുറവായിരുന്നുവെന്നും പരുത്തി, ചണം എന്നിവയിൽ മാത്രം ഒതുങ്ങിയിരുന്നുവെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അല്ലേ? പരുത്തി, ചണം എന്നിവയുടെ ഇത് വന്നു. പിന്നെ അതുപോലെ തന്നെ ജംഷഡ്പൂരിൽ നമ്മൾ പറഞ്ഞു, അല്ലേ? ടിസ്കോ വന്നു, അല്ലേ? കൊൽക്കത്തയുമായി നല്ല രീതിയിൽ പ്രവർത്തിച്ച് 2 ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് വ്യാവസായിക അടിത്തറ ഉണ്ടാവാനായിട്ട് ഈ ചെറിയ വ്യവസായങ്ങൾ, ഇപ്പോൾ പരുത്തി, ചണം അല്ലെങ്കിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ, അങ്ങനെ 1-2 വ്യവസായശാലകൾ മാത്രം മതിയോ? പോരാ. അപ്പോൾ ഇനി നോക്കുക, ഇന്ത്യൻ വ്യവസായ വികസനത്തിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും. വ്യാവസായിക വികസനത്തിൽ ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ മേഖലയുടെയും പങ്ക് എന്തായിരിക്കണം? ഒരു വ്യാവസായിക മേഖല എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പങ്ക് എന്താണ്? അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കാണോ ഏറ്റവും കൂടുതൽ പങ്ക് വരുന്നത്? ഇതായിരുന്നു പ്രധാനമായിട്ടുള്ളൊരു വെല്ലുവിളി. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യൻ വ്യവസായികൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വ്യാവസായിക സംരംഭങ്ങൾക്കായി നിക്ഷേപം നടത്താൻ ആവശ്യമായിട്ടുള്ള മൂലധനം ഉണ്ടായിരുന്നുവെങ്കിലും വികസന പദ്ധതികൾ ഏറ്റെടുക്കുവാനും ഉൽപ്പാദനം നടത്തുവാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വിപുലമായ കമ്പോളം ഇല്ലായിരുന്നു. നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷുകാർ വന്ന് ആകെ എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഈ വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള മൂലധനം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉൽപ്പാദനം നടത്താനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അവരുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ഫണ്ടും റിസോഴ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് മെയിൻ കാരണം. അപ്പോൾ ഈ കാരണത്താൽ സർക്കാരിന് വ്യാവസായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സ്വകാര്യ വ്യക്തികളെ കൊണ്ട് നല്ല രീതിയിൽ വ്യാവസായിക സംരംഭങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. സ്വാതന്ത്ര്യം കിട്ടി കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ അവരുടെ കയ്യിൽ ഫണ്ടും റിസോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സർക്കാരിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ വ്യാവസായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടതായിട്ട് വന്നു. കൂടാതെ 2ാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ചതുപോലെ സോഷ്യലിസ്റ്റ് രീതിയിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ വികസിപ്പിക്കുക എന്നത് സർക്കാർ തന്നെ സമ്പദ്ഘടനയെ മുഖ്യമായും നിയന്ത്രിക്കുക എന്ന നയത്തിലേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പോൾ സോഷ്യലിസ്റ്റ് രീതിയിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ വികസിപ്പിക്കുക എന്നത് സർക്കാർ തന്നെ സമ്പദ്ഘടനയെ മുഖ്യമായി, സോഷ്യലിസ്റ്റിൽ നമ്മൾ പറഞ്ഞു എല്ലാത്തിൻ്റെയും കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെ ഒരു നയത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ വ്യാവസായിക മേഖലയിൽ കംപ്ലീറ്റ് റോൾ ആർക്കാണ്? പബ്ലിക് സെക്ടറിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് എങ്കിലും ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണ് മെയിനായിട്ട് അവിടെ ഫോളോ ചെയ്തത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു
ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണ് സ്വീകരിച്ചത്. ഓക്കെ, സമ്പദ്ഘടനയിൽ പരമപ്രധാന വ്യവസായങ്ങളെ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പം പൂർണ്ണമായിട്ടും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഇതിൽ പൊതുമേഖല ഒരു മാർഗനിർദ്ദേശിയായതിനാൽ സ്വകാര്യ മേഖലയുടെ നയങ്ങൾ പൊതുമേഖലയുടേതിന് പൂരകമാവേണ്ടതുണ്ട്. ഓക്കെ, നോക്കുക, വ്യാവസായിക നയപ്രമേയം. അതായത് എന്താണ് വ്യാവസായിക നയപ്രമേയം? നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സിന് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല, ഫണ്ടും റിസോഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിന് കൂടുതലും അതായത് പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ് കൂടുതലും അവിടെ റോൾ ഉണ്ടായിരുന്നത്, ഗവൺമെൻറ്റിനാണ് റോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ IPR എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ 1956 അല്ലെങ്കിൽ വ്യാവസായിക നയപ്രമേയം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക നയപ്രമേയം 1956 കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ പറയുവാണെങ്കിൽ മെയിനായിട്ട് ഈ IPR പ്രകാരം IPR 1956 പ്രകാരം ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ സ്റ്റേറ്റ്, അതായത് കംപ്ലീറ്റ് ആയിട്ടും പബ്ലിക് സെക്ടറിന് കീഴിലുള്ള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഇൻഡസ്ട്രീസ്. രണ്ടാമത്തെ വിഭാഗം പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഒരുപോലെ, അതായത് ഗവൺമെൻറ്റിനും സ്വകാര്യ വ്യക്തികൾക്കും രണ്ടുപേർക്കും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാറ്റഗറി. തേർഡ് കാറ്റഗറി വന്നിട്ട് ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഫോർ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ വ്യക്തികളുടെ കീഴിൽ മാത്രമായിട്ടുള്ള ഇൻഡസ്ട്രീസ്. ഓക്കെ, എങ്കിലും ചെറുതായിട്ടൊക്കെ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു റോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്തു. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ മാത്രമായിട്ട്, ദെൻ ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും, ദെൻ അടുത്തത് പ്രൈവറ്റ് സെക്ടറിൻ്റെ മാത്രമായിട്ട്. അങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ 1956 പ്രകാരം ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ കാറ്റഗറൈസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതൊന്ന് നോക്കാം. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായി 1956 പുതിയ വ്യാവസായിക നയം അംഗീകരിച്ചു. ഒരു സോഷ്യലിസ്റ്റ് ഘടന നിർമ്മിക്കുവാൻ പരിശ്രമിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഇതൊരു അടിത്തറയായി. പ്രസ്തുത പ്രമേയം വ്യവസായങ്ങളെ 3 തരംതിരിച്ചു. പറഞ്ഞല്ലോ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഒന്ന് സർക്കാരിൻ്റെ മാത്രം ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ. ഓക്കെ, ഒന്ന് പബ്ലിക് സെക്ടറിന് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ളത്, സർക്കാരിൻ്റെ മാത്രം ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ 1ാം വിഭാഗത്തിൽ പെടുന്നു. പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ആരിലായിരിക്കും? സർക്കാരിൽ നിക്ഷിപ്തമായത്. അത്തരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന സ്വകാര്യ വ്യവസായങ്ങളും 2ാമത്തെ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ സർക്കാരിൽ നിക്ഷിപ്തമായത്, അത്തരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന സ്വകാര്യ വ്യവസായങ്ങൾ, പബ്ലിക്കിൻ്റെയും സ്വകാര്യ വ്യവസായങ്ങൾ രണ്ടും കൂടെ വരുന്നത് 2ാം വിഭാഗത്തിൽ വരുന്നു. അവശേഷിക്കുന്ന സ്വകാര്യ മേഖലയിലുള്ള വ്യവസായങ്ങൾ എവിടെ വരുന്നു? 3ാമത്തെ വിഭാഗത്തിൽ വരുന്നു. ഓക്കെ, അപ്പോൾ പ്രസ്തുത പ്രമേയം വ്യവസായങ്ങളെ 3 തരംതിരിച്ചിട്ടുണ്ട്. IPR പ്രകാരം അല്ലെങ്കിൽ വ്യാവസായിക നയപ്രമേയം 1956 പ്രകാരം 3 വിഭാഗമായിട്ടാണ് തിരിച്ചത് ഇന്ത്യൻ വ്യവസായങ്ങളെ. എങ്ങനെയൊക്കെയാണ്? പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാരിൽ നിക്ഷിപ്തമായത് 1ാമത്തെ വിഭാഗത്തിൽ വരുന്നു. ദെൻ അതിൻ്റെ കൂടെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന സ്വകാര്യ വ്യവസായങ്ങളും കൂടെ ചേർന്ന് വരുന്നത് 2ാം വിഭാഗത്തിലും, സ്വകാര്യ മേഖലയിലുള്ള വ്യവസായങ്ങൾ മാത്രമായിട്ടുള്ളത് 3ാമത്തെ വിഭാഗത്തിലും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു വിഭാഗം വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തെങ്കിലും ആ മേഖല സർക്കാർ നിയന്ത്രണത്തിന് വിധേയമായിരുന്നു. ഓക്കെ, സ്വകാര്യ മേഖലയ്ക്ക് ഒരെണ്ണം വിട്ടുകൊടുത്തു. 3ാമത്തെ കാറ്റഗറി എന്തായിരുന്നു? സ്വകാര്യ മേഖല മാത്രമാണ്. പക്ഷേ അതിലെന്താണ് ഒരു ചെറിയ സർക്കാർ നിയന്ത്രണം അവിടെ ഉണ്ടായിരുന്നു. സർക്കാരിൽ നിന്ന് ലൈസൻസ് ലഭിച്ചില്ലെങ്കിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഓക്കെ, സർക്കാരിൻ്റെ കൺട്രോളിൽ തന്നെ ആയിരുന്നു സ്വകാര്യ മേഖലയ്ക്ക് വ്യവസായങ്ങൾ കൊടുത്തത്. കാരണം അത് വ്യവസായം തുടങ്ങാനുള്ള ലൈസൻസ് ആര് കൊടുക്കണം? സർക്കാരിൽ നിന്ന് കിട്ടണം. സർക്കാരിൽ നിന്ന് ലൈസൻസ് ലഭിച്ചെങ്കിൽ മാത്രമാണ് പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, സർക്കാരിൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്നു. ഈ നയം പിന്നാക്ക മേഖലയിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകമായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലയിലാണ് വ്യവസായം തുടങ്ങുന്നതെങ്കിൽ ലൈസൻസ് ലഭിക്കുക എളുപ്പമായിരുന്നു. ഓക്കെ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മേഖലയിലാണ് വ്യവസായം തുടങ്ങുന്നതെങ്കിൽ ലൈസൻസ് എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. അതിന് പുറമെ അത്തരം വ്യവസായശാലകൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി, കുറഞ്ഞ നികുതി എന്നിങ്ങനെ ഇളവുകൾ നൽകിയിരുന്നു. ഓക്കെ, അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മേഖലയിലാണ് വ്യവസായം തുടങ്ങുന്നതെങ്കിൽ ലൈസൻസ് പെട്ടെന്ന് കിട്ടും. അതുകൂടാതെ കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി, കുറഞ്ഞ നികുതി എന്നിങ്ങനെ ഇളവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രാദേശിക സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു പ്രസ്തുത നയത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ IPR 1956 ലക്ഷ്യം എന്തായിരുന്നു? അതായത്
സാമ്പത്തിക അല്ലെങ്കിൽ പ്രാദേശിക സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, പ്രാദേശിക സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ഉൽപാദനത്തിൻ്റെ വൈവിധ്യവൽക്കരണത്തിനോ, അതായത് പുതിയ തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനോ നിലവിലുള്ള വ്യവസായങ്ങൾക്ക് പോലും ലൈസൻസ് ആവശ്യമായിരുന്നു. ഓക്കെ, ഉൽപാദനത്തിൻ്റെ വൈവിധ്യവൽക്കരണത്തിനായാലും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായാലും നിലവിലുള്ള വ്യവസായങ്ങൾക്ക് പോലും ലൈസൻസ് എന്ത് വേണം? ആവശ്യമാണ്. സമ്പദ്ഘടനയ്ക്ക് ആവശ്യമുള്ള അളവിൽ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഇത്. ഓക്കെ, സമ്പദ്ഘടനയ്ക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ ലൈസൻസിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ചരക്കുകൾ കൂടുതൽ അളവിൽ സമ്പദ്ഘടനയിൽ ആവശ്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ലൈസൻസ് നൽകുകയുള്ളൂ. ഓക്കെ, കൂടുതൽ അളവിൽ ചരക്ക് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ആവശ്യമാണ് എന്ന് സർക്കാരിന് ബോധ്യപ്പെടണം, എങ്കിൽ മാത്രമാണ് അത് ഉൽപ്പാദിപ്പിക്കുവാനുള്ള ലൈസൻസ് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ചെറുകിട വ്യവസായം നോക്കുക. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി 1955 കാർവേ കമ്മിറ്റി എന്ന് വിളിക്കുന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. അപ്പോൾ കാർവേ കമ്മിറ്റി ഓർത്തിരിക്കുക കേട്ടോ. 1955 കാർവേ കമ്മിറ്റി എന്ന് വിളിക്കുന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് കാർവേ കമ്മിറ്റി. അപ്പോൾ അത് ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. ഒരു വ്യവസായ യൂണിറ്റിന് അനുവദനീയമായ പരമാവധി നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുകിട വ്യവസായത്തെ നിർവചിച്ചിരിക്കുന്നത്. കാലാനുസൃതമായി ഈ പരിധിയിൽ മാറ്റം വരാറുണ്ട്. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായിട്ട് പരിഗണിച്ചത്. അപ്പോൾ ചെറുകിട വ്യവസായ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയിട്ടുള്ള യൂണിറ്റുകളാണ് എന്ത്? ചെറുകിട വ്യവസായ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പരമാവധി അനുവദനീയമായിട്ടുള്ള നിക്ഷേപം 1 കോടി രൂപ വരെയാണ്. അത് ഓർത്തിരിക്കുക. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലോന്മുഖമാണ്. അതായത് വൻകിട വ്യവസായങ്ങളെക്കാൾ കൂടുതൽ തൊഴിലാളികൾ ചെറുകിട വ്യവസായത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിൽ ചെയ്യുകയും അതിനാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓക്കെ, വൻകിട വ്യവസായത്തിനേക്കാൾ കൂടുതൽ തൊഴിലാളികൾ എവിടെയാണ്? ചെറുകിട വ്യവസായത്തിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ചെറുകിട വ്യവസായത്തിലുണ്ട്. പക്ഷേ ചെറുകിട വ്യവസായങ്ങൾക്ക് വൻകിട വ്യവസായങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? മത്സരിക്കാൻ പറ്റില്ല. അതിനാൽ ചില വ്യവസായങ്ങൾ ചെറുകിട മേഖലയ്ക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ചരക്കുകൾ നിർമ്മിക്കുവാനുള്ള യൂണിറ്റുകളുടെ ശേഷി അനുസരിച്ചിട്ടാണ് സംവരണ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. ഓക്കെ, ചരക്കുകൾ നിർമ്മിക്കുവാനുള്ള യൂണിറ്റുകളുടെ ശേഷി നോക്കിയിട്ടാണ് സംവരണ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. ഇതിനായി കുറഞ്ഞ എക്സൈസ് തീരുവയും കുറഞ്ഞ പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. ഓക്കെ, ഇപ്പോൾ ചെറുകിട വ്യവസായം എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ഇറക്കുമതി ബദൽ വ്യാപാര നയം, ട്രേഡ് പോളിസി അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. നാം സ്വീകരിച്ച വ്യവസായ നയം വ്യാപാര നയവുമായി അടുത്ത ബന്ധമുള്ളതായിരുന്നു. തദ്ദേശീയമായ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രം ആയിരുന്നു ആദ്യ 7 പഞ്ചവത്സര പദ്ധതികളുടെ സവിശേഷത. നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, അതായിരുന്നു ലക്ഷ്യം അല്ലേ. അപ്പോൾ സാങ്കേതികമായി ഈ തന്ത്രം ഇറക്കുമതി ബദൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇറക്കുമതി എന്ന് പറയുന്നത് നിർത്തിവെക്കുക തൽക്കാലമായിട്ട്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. നമുക്ക് വേണ്ട പ്രോഡക്ട്സ് നമ്മൾ തന്നെ ഉണ്ടാക്കുക, അതായത് അതിൻ്റെ ഇമ്പോർട്ടിങ് കുറയ്ക്കുക, അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇറക്കുമതി ബദൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇറക്കുമതി വസ്തുതകൾക്ക് പകരം രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ എന്നതായിരുന്നു ഇത് ലക്ഷ്യം വെച്ചത്. ഓക്കെ, ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരം എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇറക്കുമതി ബദൽ കൊണ്ട് ലക്ഷ്യം വെച്ചത്. ഉദാഹരണത്തിന് വിദേശത്ത് നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഈ നയം അനുസരിച്ച് സർക്കാർ തദ്ദേശീയ വ്യവസായങ്ങളെ വിദേശ മത്സരത്തിൽ നിന്നും സംരക്ഷിച്ചു. ഇറക്കുമതി ചുങ്കം, താരിഫ്, ക്വാട്ട എന്നീ 2 ഉപാധികൾ വഴിയായിരുന്നു ഇറക്കുമതിയിൽ നിന്നുള്ള സംരക്ഷണം. അപ്പോൾ ഇറക്കുമതിയിൽ നിന്നുള്ള സംരക്ഷണം എന്ത് വഴിയാണ്? ഇറക്കുമതി ചുങ്കം അതുപോലെ തന്നെ ക്വാട്ട എന്നീ ഉപാധികൾ വഴിയായിരുന്നു. ഇറക്കുമതി തീരുവ എന്നത് ഇറക്കുമതിയിൽ ചുമത്തുന്ന നികുതികളാണ്. ഇറക്കുമതി തീരുവ എന്ന് പറയുന്നത് എന്താണ്? ഇറക്കുമതി ചെയ്യുമ്പോൾ ചുമത്തുന്ന നികുതിയാണ് ഇറക്കുമതി തീരുവ. ഇവ ഇറക്കുമതി വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുവാനും അവയുടെ ഉപയോഗം കുറയുവാനും കാരണമാകുന്നു. എത്രമാത്രം വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാമെന്ന് നിജപ്പെടുത്തുന്നതിനാണ് ഈ ക്വാട്ട സമ്പ്രദായം. ഓക്കെ, എത്രത്തോളം വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാം എന്ന് നിജപ്പെടുത്തുന്നതിനാണ് ഈ സമ്പ്രദായം. അതുപോലെ ഇറക്കുമതി തീരുവ, ക്വാട്ട എന്നിവയുടെ ഫലമായി ഇറക്കുമതി നിയന്ത്രിക്കപ്പെടുകയും ആഭ്യന്തര ഉൽപ്പാദന യൂണിറ്റുകളെ വിദേശ മത്സരത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു.
വികസിത രാഷ്ട്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളായി വികസ്വര രാഷ്ട്രങ്ങളിലെ വ്യവസായങ്ങൾക്ക് മത്സരക്ഷമത കുറവാണ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ് സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന നയം. അതായത് വികസിത രാഷ്ട്രങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുമായിട്ട് വികസ്വര രാഷ്ട്രങ്ങളിലെ വ്യവസായങ്ങൾക്ക് മത്സരക്ഷമത കുറവാണ് അല്ലെ. വികസിതമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിനോടൊപ്പം വികസ്വര രാഷ്ട്രങ്ങൾക്ക് മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു മത്സരക്ഷമത വികസ്വര രാഷ്ട്രങ്ങൾക്ക് കുറവാണ് എന്നുള്ള ആശയത്തിൽ അധിഷ്ഠിതമാണ് എന്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ആഭ്യന്തര വ്യവസായങ്ങൾ സംരക്ഷിക്കപ്പെട്ടാൽ കാലക്രമേണ അവ മത്സരസജ്ജമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറക്കുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ വിദേശ നാണ്യം ആഡംബര വസ്തുക്കളുടെ ഇറക്കുമതിക്കായി ചിലവാക്കപ്പെടാനുള്ള സാധ്യതയെ നയരൂപകർ ഭയന്നു. മാത്രമല്ല 1980കളുടെ പകുതി വരെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഗൗരവമായ ചിന്തകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കയറ്റുമതിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അടുത്തത് വ്യാവസായിക വികസനത്തിൽ നയങ്ങളുടെ സ്വാധീനം എന്താണ് എന്നുള്ളതാണ്. ആദ്യ 7 പഞ്ചവത്സര പദ്ധതികളിൽ വ്യാവസായിക മേഖലയിൽ ഉണ്ടായ നേട്ടങ്ങൾ മതിപ്പുളവാക്കുന്നവയായിരുന്നു. ഇക്കാലത്ത് വ്യാവസായിക മേഖലയിൽ നിന്നും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്കുള്ള സംഭാവനകളുടെ അനുപാതം 1950-51 11.8% നിന്നും 1990-91 ആയപ്പോഴേക്കും 24.6% വർദ്ധിച്ചു. അപ്പോൾ GDP-യിലോട്ടുള്ള സംഭാവന വ്യാവസായിക മേഖലയിൽ നിന്നുള്ളത് കൂടി. 1958-51 11.8 ആയിരുന്നത് 90-91 ആയപ്പോഴേക്കും 24.6% വർദ്ധിച്ചു. GDP-യിലേക്കുള്ള വ്യാവസായിക മേഖലയുടെ വിഹിതത്തിലുണ്ടാവുന്ന വർധനവ് വികസനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സൂചകമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇക്കാലയളവിൽ വ്യാവസായിക മേഖലയിൽ ഉണ്ടായ 6% വാർഷിക വളർച്ചാ നിരക്ക് പ്രശംസനീയമാണ്. ഇന്ത്യൻ വ്യവസായം, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 11.8 നിന്നും 24.6 ആയിട്ട് മാറി. അപ്പോൾ ഈ കാലയളവിൽ വ്യാവസായിക മേഖലയിൽ ഉണ്ടായ 6% വാർഷിക വളർച്ചാ നിരക്ക് പ്രശംസനീയമാണ്. ഇന്ത്യൻ വ്യവസായം ഇനി മുതൽ പരുത്തി, ചണം എന്നിവയിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല. യഥാർത്ഥത്തിൽ 1990ഓടുകൂടി പൊതുമേഖലയുടെ സഹായത്താൽ വ്യവസായം വലിയ തോതിൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പരുത്തി, ചണം എന്നീ വ്യവസായങ്ങൾ മാത്രമല്ല ബാക്കിയുള്ള മേഖലകളിലോട്ടും കൂടെ പോകണം. വലിയ വ്യവസായശാലകൾ തുടങ്ങാൻ മൂലധനമില്ലാതിരുന്നവർക്ക് ചെറുകിട മേഖലയുടെ പ്രോത്സാഹനം വലിയ സാധ്യതകൾ നൽകി. വിദേശ മത്സരങ്ങളിൽ നിന്നുള്ള സംരക്ഷണം മറ്റൊരു തരത്തിൽ വികസന സാധ്യത ഇല്ലാതിരുന്ന ഇലക്ട്രോണിക്സ്, വാഹന നിർമ്മാണം തുടങ്ങി പ്രാദേശിക വ്യവസായങ്ങളുടെ വികസനം സാധ്യമാക്കി. സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് പൊതുമേഖല വലിയ സംഭാവന നൽകിയെന്നാലും ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പൊതുമേഖലാ സംരംഭങ്ങളുടെ പ്രകടനത്തെ വിമർശിക്കുന്നുണ്ട്. പ്രാരംഭഘട്ടത്തിൽ പൊതുമേഖല അതിവിപുലമായ തോതിൽ ആവശ്യമായി വരുന്നതിനെക്കുറിച്ച് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. പൊതുമേഖലാ സംരംഭങ്ങൾ ചില സാധനങ്ങളും സേവനങ്ങളും പൊതുമേഖലയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതിരുന്നിട്ടും ഉൽപ്പാദിപ്പിച്ചിരുന്നു. വാർത്താവിനിമയ സേവനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. പൊതുമേഖലാ സംരംഭങ്ങൾ ചില സാധനങ്ങളും സേവനങ്ങളും പൊതുമേഖലയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതിരുന്നിട്ടും ഉൽപ്പാദിപ്പിച്ചിരുന്നു. അപ്പോൾ വാർത്താവിനിമയ സേവനങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ്. പൊതുമേഖലയിൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് ആവശ്യമില്ല എങ്കിലും ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് എന്ത്? വാർത്താവിനിമയ സേവനങ്ങൾ. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിലും ഈ വ്യവസായം പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്തിരുന്നു. മത്സരത്തിന്റെ അഭാവം മൂലം 1990കളുടെ അവസാനത്തിൽ പോലും ഒരാൾക്ക് ദീർഘകാലം ടെലിഫോൺ കണക്ഷൻ ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ മത്സരത്തിന്റെ അഭാവം മൂലം 1990കളുടെ അവസരത്തിൽ പോലും ഒരാൾക്ക് ദീർഘകാലം, അതായത് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ അവർ പരസ്പരം ആരുടെയാണ് കൂടുതൽ പ്രോഡക്റ്റ് വിറ്റ് പോവുക, അങ്ങനെയുള്ളൊരു മത്സരം ഉണ്ടാവും. അപ്പോൾ ഒത്തിരി പേരിലോട്ട് എല്ലാ പ്രോഡക്ട്സും എത്തും. പക്ഷേ ഇവിടെ ഗവൺമെൻറ് അത് ഏറ്റെടുത്തത് കൊണ്ട് അവിടെ മത്സരമില്ലാത്തതുകൊണ്ട് തന്നെ 1990കളുടെ അവസാനമായിട്ട് പോലും ടെലിഫോൺ കണക്ഷനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം കാത്തിരിക്കേണ്ടി വന്നു. മോഡേൺ ബ്രെഡ് നിർമ്മാണത്തിൻ്റെ കാര്യം മറ്റൊരു ഉദാഹരണമാണ്. സ്വകാര്യ മേഖലയ്ക്ക് ബ്രെഡ് നിർമ്മിക്കാൻ കഴിയാത്തതുപോലെ 2001 ഈ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു. അപ്പോൾ 2001 സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു. ആസൂത്രിത വികസനത്തിൻ്റെ 4 പതിറ്റാണ്ടിന് ശേഷവും പൊതുമേഖലയിൽ മാത്രം ചെയ്യാവുന്നത് ഏതെല്ലാമാണ്? പൊതുമേഖലയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്? സ്വകാര്യ മേഖലയ്ക്ക് ചെയ്യാവുന്നത് ഏതെല്ലാം എന്നതിന് കൃത്യമായ ഒരു വേർതിരിവുണ്ടായില്ല എന്നത് ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഏതൊക്കെ വ്യവസായങ്ങളാണ് പൊതുമേഖലയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് സ്വകാര്യ മേഖലയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല.
ഉദാഹരണത്തിന് ഇപ്പോഴും ദേശീയ പ്രതിരോധം പൊതുമേഖലയിലാണ്. ഓക്കെ, ദേശീയ പ്രതിരോധം ഇപ്പോഴും എവിടെയാണ്? പൊതുമേഖലയിലാണ്. അതുപോലെ സ്വകാര്യ മേഖലയ്ക്ക് ഹോട്ടലുകൾ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെങ്കിലും ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഹോട്ടലുകൾ നടത്തുന്നുണ്ട്. അതിനാൽ സ്വകാര്യ മേഖലയ്ക്ക് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങി സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത മേഖലകളിൽ സർക്കാരിൻ്റെ വിഭവങ്ങൾ വിനിയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് ചില പണ്ഡിതർ എന്ത് ചെയ്തു? വാദിച്ചിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പരിമിതമായ വിഭവങ്ങൾ ചോർത്തിക്കളയുന്ന രീതിയിൽ നഷ്ടം വരുത്തിയാലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ അത് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത്ര വലിയ വളർച്ചയൊന്നും ഉണ്ടായില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിലും പൊതുമേഖലാ സ്ഥാപനം എന്ത് ചെയ്യാൻ പറ്റില്ല? അടച്ചുപൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എല്ലായ്പ്പോഴും ലാഭകരമാണെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല. ഓക്കെ, എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എന്തില്ല? ലാഭകരമാണ് എന്ന് പറയുന്നില്ല. യഥാർത്ഥത്തിൽ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭത്തിൽ നഷ്ടത്തെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന സ്വകാര്യ സ്ഥാപനങ്ങളായിരുന്നു. അവ പിന്നീട് അതിലെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടി ദേശസാൽക്കരിക്കപ്പെട്ടവയാണ്. എന്നിരുന്നാലും നഷ്ടം വരുത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ വിഭവങ്ങൾ പാഴാക്കിക്കൊണ്ട് ഏറെ തുടർന്ന് പ്രവർത്തിക്കുകയില്ല. സ്വകാര്യ സ്ഥാപനങ്ങൾ നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൂട്ടിപ്പോകും. പക്ഷെ ഗവൺമെൻറ് സ്ഥാപനമാകുമ്പോൾ അങ്ങനെയല്ല. പൊതുമേഖലാ സ്ഥാപനമാകുമ്പോൾ അടച്ചു പൂട്ടില്ല. പുതിയ വ്യവസായം ആരംഭിക്കുന്നതിന് അനുമതി പത്രം ആവശ്യമായിരുന്നുവെന്ന് വ്യവസായികൾ ദുരുപയോഗം ചെയ്തു. ചില വൻ വ്യവസായികൾ പുതിയ സ്ഥാപനം തുടങ്ങുന്നതിലുപരി തങ്ങളുടെ പ്രതിയോഗികൾ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാതിരിക്കാനായിട്ട് എന്ത് ചെയ്തു? അനുമതി പത്രം കരസ്ഥമാക്കിയിരുന്നു. പെർമിറ്റ്, ലൈസൻസ് രാജ് എന്ന് വിളിക്കുന്ന ഇത്തരം നിയന്ത്രണം ചില സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് തടസ്സമായി. വ്യവസായികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നതിലുപരി പുതിയ അനുമതി പത്രങ്ങൾ നേടുന്നതിനും സർക്കാർ ഏജൻസികളെ സ്വാധീനിക്കുന്നതിനും സമയം ചെലവഴിച്ചു. അപ്പോൾ നമ്മൾ അനുമതി പത്രം നമ്മൾ കയ്യിലാക്കി കഴിഞ്ഞാൽ ഓക്കെ, വൻ വ്യവസായികൾ പുതിയ സ്ഥാപനം തുടങ്ങുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് തങ്ങളുടെ പ്രതിയോഗികൾ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ലൈസൻസ് കരസ്ഥമാക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ഈ ലൈസൻസ് രാജ് എന്ന് പറയുന്നത്. പെർമിറ്റ്, ലൈസൻസ് രാജ് എന്ന് വിളിക്കുന്ന ഒരു നിയന്ത്രണം. അപ്പോൾ ചില സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് തടസ്സമായി എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർ തുടങ്ങാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് അവർ തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ലൈസൻസ് ഇവരെടുക്കുക. ഓക്കെ, ഉയർന്ന അത്യാവശ്യം പണവും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരെ എടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയ അനുമതി പത്രങ്ങൾ നേടുന്നതിനും സർക്കാർ ഏജൻസികളെ സ്വാധീനിക്കുന്നതിനും സമയം ചെലവഴിച്ചു. വിദേശ മത്സരങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഗുണത്തേക്കാളേറെ ദോഷമാണെന്ന് തെളിഞ്ഞിട്ടും തുടർന്നു പോകുന്നത് വിമർശനത്തിനിടയാക്കി. ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനാൽ ഇന്ത്യൻ ഉപഭോക്താക്കൾ ആഭ്യന്തര ഉൽപ്പാദകർ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും വാങ്ങാൻ നിർബന്ധിതരായിരുന്നു. എന്ത് ഉൽപ്പാദിപ്പിച്ചാലും വിറ്റുപോകുന്ന ഒരു വിപണി തങ്ങൾക്കുണ്ടെന്ന തോന്നൽ ഉൽപ്പാദകർക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇറക്കുമതി നിയന്ത്രിക്കപ്പെട്ടിരുന്നതിനാൽ ഇന്ത്യൻ ഉപഭോക്താക്കൾ എന്ത് ചെയ്തു? ആഭ്യന്തര ഉൽപ്പാദകർ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും വാങ്ങാൻ നിർബന്ധിച്ചു, അല്ലേ? ഇറക്കുമതി ചെയ്യാൻ പാടില്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യാനായിട്ട് പാടില്ല എന്ന് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഉപഭോക്താക്കൾ എന്ത് ചെയ്യേണ്ടി വന്നു? നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ വാങ്ങിക്കാൻ വേണ്ടി വന്നു. എന്ത് ഉൽപ്പാദിപ്പിച്ചാലും വിറ്റുപോകുന്ന ഒരു വിപണി തങ്ങൾക്കുണ്ടെന്ന തോന്നൽ ആർക്കുണ്ടായിരുന്നു? ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ഉണ്ടായിരുന്നു. അതിനാൽ അവർക്ക് തങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ യാതൊരു പ്രചോദനവും ഉണ്ടായിരുന്നില്ല. കാരണം ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ ആരും വാങ്ങിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എന്ത് തന്നെയായാലും അത് ഇവിടെയുള്ളവർ വാങ്ങിക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി കൂട്ടാനോ ഒന്നും തന്നെ ആരും മുതിർന്നില്ല. എന്താണെങ്കിലും വാങ്ങിച്ചോളുമല്ലോ, അങ്ങനെയായി. അപ്പോൾ തങ്ങളുടെ ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നം കൂടിയ വിലയ്ക്ക് വിറ്റഴിക്കുവാൻ സാധിക്കുമ്പോൾ എന്തിനവർ തങ്ങളുടെ ഉൽപ്പന്നത്തിന് ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം? ഇറക്കുമതിയിൽ നിന്നുള്ള മത്സരം നമ്മുടെ ഉൽപ്പാദകരെ കൂടുതൽ കാര്യക്ഷമത ഉളവാക്കുമെന്നു, അല്ലേ? അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇറക്കുമതി ചെയ്യുന്ന സാധനം ചീപ്പ് റേറ്റിന് നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നത് കൊണ്ടാണ് ആളുകൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സും അതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ളതാവണം എന്നുള്ള ഒരു മത്സരം വരുമ്പോൾ ഇവർ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയൊക്കെ കൂട്ടാൻ ശ്രമിക്കും. പക്ഷേ ഇറക്കുമതി പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഇറക്കുമതി ചെയ്തത് ആരും വാങ്ങിക്കില്ല. അപ്പോൾ പിന്നെ നമ്മുടെ പ്രോഡക്ട്സിന് ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ജനങ്ങൾ വാങ്ങിച്ചോളും എന്നുള്ള ഒരു ചിന്ത ജനങ്ങളിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ പൊതുമേഖല ലാഭം നേടാൻ വേണ്ടി ലക്ഷ്യം വച്ചുള്ളതല്ലെന്നും അത് രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിനായുള്ളതാണെന്നും ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. ഓക്കെ, പൊതുമേഖല ലാഭം നേടാൻ വേണ്ടി ലക്ഷ്യം വച്ചിട്ടുള്ളതല്ല എന്നും അത് രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണെന്നും ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാടിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് അവ നേടിയ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ജനക്ഷേമത്തിനായി അവയുടെ സംഭാവന എത്രയെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്.
ധനരാഷ്ട്രങ്ങൾ അവരുടെ ഉൽപ്പാദകരെ സംരക്ഷിക്കുന്ന കാലത്തോളം നാം നമ്മുടെ ഉൽപ്പാദകരെ വിദേശ മത്സരങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്നാണ് ചില സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പക്ഷം. ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിനാൽ ഒരു പുതിയ നയം ആവശ്യമാണെന്ന് ഇവർ കരുതുന്നു. ഇത്തരം ആവശ്യങ്ങളെല്ലാം ഇതോടൊപ്പമുള്ള മറ്റ് പ്രശ്നങ്ങളും 1991 ഒരു പുതിയ സാമ്പത്തിക നയം അവതരിപ്പിക്കുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചു. അപ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് ചെയ്തതൊന്നും ആളുകൾ വാങ്ങിക്കില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ഒന്നും കൂട്ടിയില്ല എന്ന് പറഞ്ഞു. പൊതുമേഖല എന്ന് പറയുന്നത് ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്താണ്, അവ നേടിയ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ജനക്ഷേമത്തിന് വേണ്ടിയിട്ടായിരിക്കണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംഭാവന എന്നുള്ളതാണ് അല്ലേ പറയുന്നത്. അപ്പോൾ ധനിക രാഷ്ട്രങ്ങൾ അവരുടെ ഉൽപ്പാദകരെ സംരക്ഷിക്കുന്ന കാലത്തോളം നാം നമ്മുടെ ഉൽപ്പാദകരെ വിദേശ മത്സരങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്നാണ് ചില സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പക്ഷം. അപ്പോൾ ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പുതിയ നയം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് 1991 പുത്തൻ സാമ്പത്തിക നയം വരുന്നത്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച്, പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്